ഹലോ ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു അവർ ചാനൽ. നമ്മൾ ഇന്ന് കാണാൻ പോകുന്നത് കൂലി എന്ന മൂവിയാണ്. കഥയിലേക്ക് കിടക്കുന്നതിന് മുമ്പ് എല്ലാവരും നമ്മുടെ വീഡിയോ ഒന്ന് ലൈക്ക് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക. മൂവിയുടെ തുടക്കത്തിൽ തന്നെ വിശാഖപട്ടണത്തുള്ള ഒരു പോർട്ടാണ് കാണിക്കുന്നത്. ഈ മൂവിയിലെ വില്ലനായ സൈമൺ എന്ന് പറയുന്ന ആള് കിങ്സ്റ്റൺ ലോജിസ്റ്റിക് എന്ന കമ്പനിയുടെ പേരിൽ ട്രാൻസ്പോർട്ടേഷൻ നടത്തുന്നതിന് വേണ്ടിയിട്ട് ഗവൺമെന്റിന്റെ അടുത്ത് നിന്നും വർഷങ്ങളായിട്ട് ഈ ഒരു പോർട്ട് ലീസിനെടുത്ത് നടത്തുകയാണ്. ഒരുപാട് കൂലികൾ ഇവിടെ ജോലി ചെയ്യുന്നുണ്ട്. എന്നാൽ ഇവർക്ക് ആർക്കും തന്നെ തങ്ങളുടെ ഫോൺ പോലും ഈ ജോലി ചെയ്യുന്ന സ്ഥലത്തേക്ക് കൊണ്ടുവരാനുള്ള അനുവാദമില്ലായിരുന്നു. അതിന് കാരണം മറ്റൊന്നാണ്. ലോജിസ്റ്റിക് എന്ന പേരിൽ ഇവർ വരെ കള്ളക്കടത്തുകളും നടത്തുന്നുണ്ട്. സ്വർണവും ലക്ഷറി വാച്ചുകളുമായിരുന്നു അവർ കടത്തിക്കൊണ്ടിരുന്നത്. ഈ വിവരങ്ങളെല്ലാം തന്നെ പളനി എന്ന് പറയുന്ന ഒരു അണ്ടർ കവർ പോലീസ് കോൺസ്റ്റബിൾ ആണ് തന്റെ മേലുദ്യോഗസ്ഥരോട് പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. കഴിഞ്ഞ ഒരു വർഷമായിട്ട് സൈമണ്ട് പോർട്ടില് ഒരു കൂലിയായിട്ട് ഈ പോലീസുകാരൻ വർക്ക് ചെയ്യുകയായിരുന്നു. എന്നിട്ട് അവിടെ നടക്കുന്ന കാര്യങ്ങളെല്ലാം തന്നെ ഒപ്പം തന്റെ മേലുദ്യോഗസ്ഥരെ അറിയിക്കും. അവിടെ ജോലി ചെയ്യുന്ന കൂലികളുടെ എല്ലാം തന്നെ മെഡിക്കൽ ചെക്കപ്പ് എടുക്കാറുണ്ട്. അതെന്തിനാണെന്ന് മാത്രം അവിടെ ആരോടും പറഞ്ഞിട്ടില്ല. മാത്രമല്ല സൈമൺ ഈ ഗോൾഡിനും ലക്ഷറി വാച്ചിനും പുറമെ മറ്റെന്തോ കള്ളക്കടത്ത് കൂടി നടത്തുന്നുണ്ടെന്ന് പളനി പറയുന്നുണ്ട്. പളനിക്ക് മുമ്പേ 8 വർഷത്തിനു മുമ്പ് മറ്റൊരു പോലീസുകാരൻ ഇവിടെ അണ്ടർ കവർ ആയിട്ട് വന്നിട്ടുണ്ടായിരുന്നു. ഒരു വർഷം അയാൾ എല്ലാ ഇൻഫർമേഷനും കൊടുത്തു. എന്നാൽ അതിനുശേഷം അയാളെ പറ്റി ഒരു വിവരവുമില്ല. ആ പോലീസുകാരനെ പറ്റി പളനിക്കും അറിയില്ല. അങ്ങനെ ആരെങ്കിലും കയറിയിട്ടുണ്ടെങ്കിൽ അയാളെ ദയാൽ എന്തായാലും കൊന്നിരിക്കുമെന്നാണ് പളനി പറയുന്നത്. ഈ സൈമണിന്റെ വലങ്കയായിരുന്നു ദയാല്. അയാൾ അറിയാതെ എന്തെങ്കിലും കള്ളത്തരം അവിടെ നടക്കുകയാണെങ്കിൽ ഉറപ്പായിട്ടും അങ്ങനെയുള്ള ആൾക്കാരെ കണ്ടെത്തി ദയാൽ കൊന്നുകളയും. സൈമൺ ഇങ്ങനെ ബിസിനസ് ഒക്കെ നടത്തുന്നെങ്കിലും സൈമണിന്റെ മകൻ അർജുന് ഇതിലൊന്നും ഇൻട്രസ്റ്റ് ഉണ്ടായിരുന്നില്ല. അവൻ അതുകൊണ്ട് തന്നെ കസ്റ്റം ഓഫീസറായിട്ട് ജോലി ചെയ്യുകയാണ്. പക്ഷെ ഗവൺമെന്റ് സൈഡിൽ നിന്ന് ഇവർക്ക് എല്ലാ സപ്പോർട്ടും അവൻ ചെയ്തു കൊടുക്കുന്നുണ്ട്. ഈ പോർട്ടിൽ തന്നെ അക്കൗണ്ടന്റ് ആയിട്ട് വർക്ക് ചെയ്യുന്ന കല്യാണിയുമായിട്ട് ഈ അർജുൻ പ്രണയത്തിലായിരുന്നു. ഇൻഫർമേഷൻ എല്ലാം കൊടുത്ത ശേഷം പളനി പറയുന്നുണ്ട്, ഇനി ഇവിടെ പിടിച്ചു നിൽക്കുക എന്ന് പറയുന്നത് അത്ര എളുപ്പമല്ല. അവരെന്നെ കണ്ടുപിടിക്കുന്നതിന് മുമ്പ് ഈ മിഷൻ അവസാനിപ്പിച്ച് എനിക്ക് എന്റെ സർവീസിലേക്ക് തിരിച്ചു കയറണമെന്ന്. സമയമാകുമ്പോൾ തങ്ങൾ അറിയിക്കാമെന്ന് പറഞ്ഞിട്ട് ആ പോലീസുകാർ പോയി. പിന്നീട് കാണിക്കുന്നത് നമ്മുടെ ഈ പളനി എന്ന് പറയുന്ന ഇൻഫോമറെ അർജുൻ കണ്ടെത്തുകയും അത് ദയാലിന്റെ അടുത്ത് അറിയിക്കുകയും ചെയ്യുന്നതാണ്. ദയാല് മറ്റു കൂലികളെ എല്ലാം വിളിച്ചുകൂട്ടി തങ്ങളുടെ കൂട്ടത്തില് ആ പോലീസുകാരനായ ഇൻഫോമറെ കണ്ടെത്തിയെന്നും അവനെ കൊല്ലാൻ പോവുകയാണെന്ന് പറഞ്ഞിട്ട് പളനിയെ പിടിച്ചുകൊണ്ടുവന്ന് അടിക്കുന്നുണ്ട്. പളനിയുടെ കുടുംബത്തെയും ഇവർ കണ്ടെത്തി കൊന്നിട്ടുണ്ടായിരുന്നു. പളനി കരഞ്ഞു പറഞ്ഞെങ്കിലും അയാളെയും വെറുതെ വിട്ടില്ല. എല്ലാവരുടെയും മുന്നിൽ വെച്ചിട്ട് ദയാല് അയാളെ കൊല്ലുന്നു. അതിനുശേഷം എല്ലാവരോടും പറയുന്നുണ്ട്, ഇവനെ പോലെ പോലീസിലുള്ള ഒരു വ്യക്തി കൂടി കുറെ വർഷങ്ങളായിട്ട് ഇവിടെ ഒരു കൂലിയായിട്ട് വർക്ക് ചെയ്യുന്നുണ്ട്. അത് ആരാണെന്ന് ആർക്കെങ്കിലും ഇൻഫർമേഷൻ കിട്ടിയിട്ടുണ്ടെങ്കിൽ എന്നെ അറിയിക്കണം. ഈ കൂലികൾക്കിടയിൽ ആ പോലീസുകാരനെ കണ്ടെത്തി തരുന്നയാൾക്ക് 2 കോടി രൂപയും ദയാല് വാഗ്ദാനം ചെയ്യുന്നു. കഥ അവിടെ നിന്നും നേരെ ചെന്നൈയിലേക്ക് വരികയാണ്. അവിടെ നമ്മുടെ നായകനായ ദേവ സ്വന്തം പേരിൽ ഒരു മാൻഷൻ നടത്തുന്നുണ്ട്. ഒരുപാട് ആൾക്കാർ അവിടെ വാടകയ്ക്ക് വന്ന് താമസിക്കുന്നുണ്ട്. അവിടെ റൂം എടുക്കാൻ വരുന്ന സ്റ്റുഡൻസിന് ചെറിയ പൈസക്കായിരുന്നു ദേവ റൂം കൊടുത്തുകൊണ്ടിരുന്നത്. പക്ഷെ അവിടെ കുറച്ച് റൂൾസ് ഉണ്ട്. മദ്യം ഒരിക്കലും ആ മാൻഷന്റെ ഉള്ളിലേക്ക് കടത്താൻ പാടില്ല. അവിടെ ആരും ഇരുന്ന് മദ്യപിക്കുന്നത് ദേവയ്ക്ക് ഇഷ്ടമല്ല. ദേവയും 30 വർഷങ്ങളായിട്ട് മദ്യപാനം എല്ലാം തന്നെ നിർത്തിയിരിക്കുകയായിരുന്നു. അവിടുത്തെ ജോലിക്കാരൻ ഈ കുട്ടികളെ കൊണ്ടുപോയി അവരുടെ റൂം കാണിച്ചു കൊടുക്കുന്നു. അങ്ങനെ പോകുന്ന വഴിക്ക് 114 നമ്പർ റൂമിലേക്ക് നോക്കിക്കൊണ്ട് അയാൾ പറയുന്നുണ്ട്, ഈ റൂമിലുള്ള ആളെ ആരും ഡിസ്റ്റർബ് ചെയ്യാൻ പാടില്ല. അനാവശ്യമായിട്ട് റൂമിന്റെ ഫ്രണ്ടിൽ കിടന്ന് ബഹളം ഉണ്ടാക്കാനും പാടില്ല. അങ്ങനെ ആരാ ഇതിനുള്ളിലുള്ളതെന്ന് കുട്ടികൾ ചോദിക്കുമ്പോൾ അയാൾ അതിന് മറുപടി ഒന്നും പറഞ്ഞില്ല. പിന്നീട് കാണിക്കുന്നത് ഇവർ ദേവയെ കാണാൻ പോകുന്നതാണ്. അവിടെയുള്ള എല്ലാവരും ചേർന്നിട്ട് ദേവയോട് റിക്വസ്റ്റ് ചെയ്യുന്നുണ്ട്, ഇന്നൊരു ദിവസം ഞങ്ങൾ മദ്യപിച്ചോട്ടെ എന്ന്. എന്നാൽ ദേവ അവരുടെ കൂടെ നിൽക്കുന്ന പോലെ അഭിനയിച്ചിട്ട് അവരുടെ കയ്യിലുള്ള മദ്യക്കുപ്പികളെല്ലാം തന്നെ ഒരു അണ്ടാവിലേക്ക് ഒരുമിച്ച് ഒഴിക്കാൻ പറയുന്നു. എന്നിട്ട് അതെല്ലാം അവിടെ നിന്നും തള്ളി താഴെയിടുന്നു. എന്തൊക്കെ വന്നാലും ശരി, ആരെയും ഞാൻ ഇവിടെ വെച്ച് മദ്യപിക്കാൻ അനുവദിക്കില്ല എന്ന് തന്നെയാണ് ദേവ പറയുന്നത്. അങ്ങനെ ഇരിക്കെ ദേവയോട് ഒരാൾ വന്ന് പറയുന്നുണ്ട്, ദേവയുടെ ഉറ്റ സുഹൃത്തായിട്ടുള്ള രാജശേഖർ എന്ന് പറയുന്ന വ്യക്തി ഹാർട്ട് അറ്റാക്ക് മൂലം മരിച്ചുവെന്ന്. ദേവയെ അത് വല്ലാതെ തകർത്തു. അവസാനമായിട്ട് അയാളുടെ മൃതദേഹം കാണാൻ വേണ്ടിയിട്ട് ദേവ അയാളുടെ വീട്ടിലേക്ക് പോകുന്നു. രാജശേഖറിന് 3 പെൺമക്കളായിരുന്നു. ഏറ്റവും മൂത്ത പെൺകുട്ടിയായ പ്രീതിയാകട്ടെ ദേവയെ കണ്ട് ദേഷ്യപ്പെടാൻ തുടങ്ങി. ദേവിയും രാജശേഖറും വർഷങ്ങളായിട്ട് അകന്നു കഴിയുകയായിരുന്നു. അവർ തമ്മിൽ വലിയ കോണ്ടാക്ട് ഉണ്ടായിരുന്നില്ല. അവർക്കിടയിൽ എന്തൊക്കെയോ സംഭവിച്ചിട്ടുണ്ട്. എന്താണെങ്കിലും പ്രീതിക്ക് ദേവിയുടെ ദേഷ്യമായതുകൊണ്ട് തന്നെ ദേവയോട് അവിടെ നിന്നും ഇറങ്ങിപ്പോകാൻ പറയുന്നു. അങ്ങനെ രാജശേഖറിന്റെ ബോഡി മെഷീനിൽ വെച്ചിട്ടാണ് അവർ ദഹിപ്പിച്ച് കളയുന്നത്. ആ സംസ്കാര ചടങ്ങിൽ പങ്കെടുക്കാൻ മദ്യപാനിയായ രവി എന്ന് പറയുന്ന ഒരാൾ വന്നിട്ടുണ്ടായിരുന്നു. അയാൾ രാജശേഖറിന്റെ മരണത്തിൽ അതീവ ദുഃഖിതനായിട്ട് തനിയെ പറഞ്ഞുകൊണ്ടിരിക്കുകയാണ്, നമ്മൾ എത്ര പേരെ ഇതുപോലെ എരിച്ചു കളഞ്ഞിട്ടുണ്ട്, അതേ അവസ്ഥ തന്നെ നിനക്കും വന്നല്ലോ എന്ന്. ദേവ ഇതെല്ലാം ശ്രദ്ധിക്കുന്നുണ്ടായിരുന്നു. രാജശേഖറിനെ പറ്റി കൂടുതൽ കാര്യങ്ങൾ ദേവ അന്വേഷിക്കുമ്പോൾ ദേവയ്ക്ക് മനസ്സിലാകുന്നുണ്ട്, 5 വർഷം മുമ്പ് വരെ രാജശേഖർ ഒരു കമ്പനിയിലാണ് ജോലി ചെയ്തിരുന്നത്. പക്ഷെ കഴിഞ്ഞ 5 വർഷമായിട്ട് അയാൾ എവിടെയാണ് ജോലി ചെയ്തത്, എന്ത് ചെയ്താണ് കാശ് സമ്പാദിച്ചിരുന്നത് എന്നൊന്നും തന്നെ ഒരു രേഖയുമില്ല. പിന്നീട് രാജശേഖറിന്റെ ഒറിജിനൽ ഓട്ടോപ്സി റിപ്പോർട്ടും ദേവ ശേഖരിക്കുന്നു. ഈ ടൈമിൽ വിശാഖപട്ടണത്തുള്ള ദയാലിന്റെ അടുത്തേക്ക് ഒരു കോള് വരുന്നുണ്ട്. ഇവർ ഈ പോർട്ടിൽ വെച്ചിട്ട് കൊല്ലുന്ന ആൾക്കാരുടെ ബോഡിയൊന്നും തന്നെ ഇനി കരക്കടിയാൻ പാടില്ല എന്നും ഇതിനു മുൻപ് എങ്ങനെയാണോ ആൾക്കാരെ കൊന്നുകൊണ്ടിരുന്നത് അതുപോലെ തന്നെ ആൾക്കാരുടെ ബോഡി ഇല്ലാതാക്കണമെന്നുമായിരുന്നു ദയാലിന് കിട്ടുന്ന ഓർഡർ. ഇവിടെ പ്രീതി തന്റെ അനിയത്തിമാരുടെ ഫീസ് അടയ്ക്കാൻ വേണ്ടി കോളേജിലേക്ക് വരുന്നു. എന്നാൽ അവൾ എത്തുന്നതിന് മുൻപ് തന്നെ ദേവ ആ ഫീസ് അടച്ചിട്ടുണ്ടായിരുന്നു. നിങ്ങളുടെ സിമ്പതി ഒന്നും എനിക്ക് വേണ്ടെന്ന് പ്രീതി പറഞ്ഞെങ്കിലും ദേവയാകിട്ട് തനിക്ക് പ്രീതിയോട് സംസാരിക്കാനുണ്ടെന്ന് പറഞ്ഞിട്ട് രാജശേഖറിന്റെ ഓട്ടോപ്സി റിപ്പോർട്ട് കാണിച്ചു കൊടുക്കുന്നു. അവളുടെ കയ്യിലുണ്ടായിരുന്ന റിപ്പോർട്ടില് ഹാർട്ട് അറ്റാക്ക് എന്നായിരുന്നു. എന്നാൽ യഥാർത്ഥ റിപ്പോർട്ടില്
ഹാർട്ട് അറ്റാക്ക് മൂലമല്ല മരണം, അയാളെ ആരോ കൊന്നതാണ്. നിന്റെ അച്ഛനെ കൊന്നവരെ കണ്ടെത്തണമെന്ന് ദേവ പറയുമ്പോൾ പ്രീതി പറയുന്നുണ്ട്, കഴിഞ്ഞത് കഴിഞ്ഞു, എനിക്കിനി അതിന്റെ പിറകെ പോകാൻ വയ്യ. കാരണം അനീതിമാരുടെ ജീവിതം മുന്നോട്ട് കിടക്കുകയാണ്. അച്ഛന്റെ കൊലയാളിയെ തേടി റിവഞ്ച് എടുക്കാനൊക്കെ പോയി കഴിഞ്ഞാൽ ഇവരുടെ കുടുംബം തന്നെ ഇല്ലാതെയാകുമെന്ന് അവൾക്കറിയാമായിരുന്നു. പക്ഷെ ദേവ പറയുന്നുണ്ട് താൻ എന്തായാലും തന്റെ കൂട്ടുകാരന്റെ കൊലയാളികളെ കണ്ടെത്തുമെന്ന്. അങ്ങനെ രാജശേഖരൻ ചെയ്ത കാര്യങ്ങളൊക്കെ അറിയാവുന്ന ആ കുടിയനായ രവിയെ തേടി ഇവർ പോകുന്നു. പിന്നീട് അങ്ങോട്ട് രവി രാജശേഖരന്റെ ജീവിതത്തിൽ സംഭവിച്ച കാര്യങ്ങൾ പറയുന്നു. രാജശേഖർ കുറെ കാലമായിട്ട് ഒരു ഇലക്ട്രിക് ചെയർ ഉണ്ടാക്കുന്ന ശ്രമത്തിലായിരുന്നു. സ്വന്തമായിട്ട് എന്തെങ്കിലുമൊക്കെ കണ്ടുപിടുത്തങ്ങൾ നടത്തണമെന്ന് അയാൾക്ക് നേരത്തെ തന്നെ ആഗ്രഹമുണ്ടായിരുന്നതാണ്. അങ്ങനെ 5 വർഷം മുമ്പ് അതിന്റെ പേറ്റന്റിന് വേണ്ടിയിട്ട് അയാൾ അതിന്റെ ഒരു ഡെമോ കാണിച്ചു കൊടുക്കുന്നു. അതായത് മൃഗങ്ങളുടെയും മറ്റും മൃതശരീരങ്ങൾ കുറച്ച് സെക്കൻഡുകൾ കൊണ്ട് തന്നെ ഇലക്ട്രിസിറ്റി ഉപയോഗിച്ച് ചാരമാക്കി മാറ്റാം. ഇനി അങ്ങോട്ട് ബോഡി ക്രിമേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് ഒരുപാട് വിറകുകളുടെയും മറ്റും ആവശ്യമില്ല. കുറഞ്ഞ ചെലവിൽ ഇലക്ട്രിസിറ്റി ഉപയോഗിച്ച് തന്നെ നിമിഷ നേരം കൊണ്ട് ക്രിമേഷൻ പൂർത്തിയാക്കാം. പക്ഷേ അയാളുടെ ഈ പ്രോജക്റ്റ് എല്ലാവരും നിരസിക്കുന്നു. കാരണം ഇത് തെറ്റായ ആൾക്കാരുടെ കയ്യിൽ കിട്ടിക്കഴിഞ്ഞാൽ ഒരുപാട് അപകടങ്ങൾ ഉണ്ടാക്കുമെന്നാണ് അവർ പറയുന്നത്. അയാൾ കണ്ടുപിടിച്ച ആ ചെയറും അവർ കൈക്കലാക്കി കൊണ്ടുപോയി. ആ ടീമിൽ നമ്മുടെ സൈമൺ ആകട്ടെ ഇവിടെ കള്ളക്കടത്തുകൾ നടത്തുകയായിരുന്നു. അയാൾ ഈ ലക്ഷറി വാച്ചും ഗോൾഡും കടത്തുന്നതിന്റെ കൂടെ മറ്റെന്തോ ഒരു ബിസിനസ് കൂടി നടത്തുന്നുണ്ടെന്ന് പലർക്കും ഡൗട്ട് തോന്നിയിട്ടുണ്ട്. അതെന്താണെന്ന് കണ്ടുപിടിക്കാൻ വേണ്ടിയിട്ട് അയാളുടെ എതിരാളികൾ ശ്രമിച്ചുകൊണ്ടേയിരുന്നു. അങ്ങനെ ഒരിക്കൽ കുറെ എതിരാളികൾ ഇയാളെ നേരിടാൻ വന്നപ്പോൾ ഇയാൾ ഒരുപാട് പേരെ കൊന്നൊടുക്കി. അന്ന് ഇയാളുടെ ജീവൻ രക്ഷിച്ചത് ദയാലായിരുന്നു. ആ ഒരു ഫൈറ്റിനിടയിൽ ഒരുപാട് പേര് മരിച്ചു വീണല്ലോ. പക്ഷെ ഇവരുടെ ബോഡി എല്ലാം തന്നെ എവിടെയെങ്കിലും ഡംപ് ചെയ്തെങ്കിലേ പറ്റൂ, അല്ലെങ്കിൽ ഇവർക്കെതിരെ കേസ് വരും. അങ്ങനെ എന്ത് ചെയ്യുമെന്ന് ആലോചിച്ചിരിക്കുന്ന സമയത്താണ് സൈമന്റെ മകൻ അർജുനാകട്ടെ രാജശേഖർ ഉണ്ടാക്കിയ ഈ ഒരു ഇലക്ട്രിക് ചെയറിനെ പറ്റി സൈമണിനോട് പറയുന്നത്. പിന്നീട് ഒരു നിമിഷം പോലും ചിന്തിക്കാതെ രാജശേഖരനെ പ്രീതിയും കൈയോടെ കിഡ്നാപ്പ് ചെയ്തുകൊണ്ടുവന്ന് അവരോട് ആ ചെയർ ഉണ്ടാക്കാനും അതിൽ വെച്ചിട്ട് ഈ ബോഡിയെല്ലാം എരിച്ചു കളയാനും പറയുന്നു. അങ്ങനെ ചെയ്തില്ലെങ്കിൽ രാജശേഖരന്റെ മക്കളെയെല്ലാം കൊല്ലുമെന്ന് അയാളെ ഭീഷണിപ്പെടുത്തിയപ്പോൾ അയാൾ അതിന് സമ്മതിക്കുന്നു. ഒടുവിൽ വേറെ നിവൃത്തിയില്ലാതെ രാജശേഖർ അയാൾ പറഞ്ഞ പോലെ ആ ഡെഡ് ബോഡീസ് എല്ലാം തന്നെ ആ ചെയറിൽ വെച്ചിട്ട് ക്രിമേറ്റ് ചെയ്ത് കളഞ്ഞു. അതിന് അയാൾക്ക് നല്ല ക്യാഷും കിട്ടുമായിരുന്നു. അത് വെച്ചിട്ട് തന്റെ 3 മക്കളുടെയും വിദ്യാഭ്യാസത്തിനുള്ള ചെലവ് കണ്ടെത്താമെന്ന് രാജശേഖരന് മനസ്സിലായി. അതുകൊണ്ട് അയാൾ പിന്നീട് എതിർപ്പൊന്നും കൂടാതെ ഈ ജോലി ചെയ്തുകൊണ്ടേയിരുന്നു. ഈ 5 വർഷവും രാജശേഖർ ഇത് തന്നെയാണ് ചെയ്തുകൊണ്ടിരുന്നത്. പലതവണ ഇത് വിട്ടിട്ട് പോകാൻ രാജശേഖർ ശ്രമിച്ചെങ്കിലും അപ്പോഴെല്ലാം തന്നെ സൈമൺ അയാളെ ഭീഷണിപ്പെടുത്തിക്കൊണ്ടേയിരുന്നു. ഈ ക്രിമേഷൻ നടത്താൻ വേണ്ടിയിട്ട് ഇയാളുടെ എക്യുപ്മെന്റ്സും മറ്റും വെക്കാൻ വേണ്ടിയിട്ട് ഒരു ചെറിയ ഏരിയ തന്നെ ഇവർ സെറ്റാക്കി കൊടുത്തിട്ടുണ്ടായിരുന്നു. അങ്ങനെ രവി ഈ കാര്യങ്ങളെല്ലാം പറയുകയും ദേവ അവിടെ എല്ലാം പോയി പരിശോധിക്കുകയും ചെയ്യുന്നു. രാജശേഖർ മരിച്ച സ്ഥിതിക്ക് രാജശേഖറിന്റെ കൂടെ അന്നുണ്ടായിരുന്ന പ്രീതിക്ക് ഇത് ഓപ്പറേറ്റ് ചെയ്യാൻ അറിയാമെന്ന് സൈമണിന്റെ ആൾക്കാർക്ക് അറിയാമായിരിക്കും. അങ്ങനെയാണെങ്കിൽ അവരെന്തായാലും പ്രീതിയെ ലക്ഷ്യമിടും. ദേവിയുടെ ആ സംശയം ശരിയായിരുന്നു. ഇവിടെ ദയാലും ബോഡീസ് ക്രിമേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് പ്രീതിയെ കടത്തിക്കൊണ്ടുവരാൻ തന്റെ ആൾക്കാരോട് പറയുന്നു. കാരണം ആ ചെയർ ഓപ്പറേറ്റ് ചെയ്യുന്ന രീതി അവൾക്ക് രാജശേഖരന് മാത്രമേ അറിയാമായിരുന്നുള്ളൂ. പ്രീതി ആ സമയം തന്റെ സഹോദരിമാരെ കൂട്ടിക്കൊണ്ടുവരാൻ വേണ്ടിയിട്ട് അവരുടെ ഹോസ്റ്റലിലേക്ക് വന്നതാണ്. ഈ ഗുണ്ടകൾ അവിടെ എത്തി അവരെ ആക്രമിക്കുന്നതിന് മുൻപ് തന്നെ ദേവ എവിടേക്ക് വരികയും അവരെ രക്ഷിക്കുകയും ചെയ്യുന്നു. ആക്രമിക്കാൻ വന്നവരെ ചോദ്യം ചെയ്ത് കഴിയുമ്പോൾ ദേവയ്ക്ക് ഉറപ്പാകുന്നുണ്ട് ദയാല് തന്നെയാണ് ഇവരെ അയച്ചതെന്നും ആ മെഷീൻ ഓപ്പറേറ്റ് ചെയ്യാൻ പ്രീതി അവർക്ക് ആവശ്യമുണ്ടെന്നും. രാജശേഖരന് എന്താണ് സംഭവിച്ചെന്ന് കണ്ടെത്താൻ വേണ്ടി എന്തായാലും ഈ ദയാലും ഗ്യാങ്ങുമായിട്ട് ദേവിക്ക് ഒരു ബന്ധം ഉണ്ടാക്കി എടുത്തെങ്കിലേ പറ്റൂ. അത് കാരണം ദേവിയാകട്ടെ പ്രീതിയും കൂട്ടി നേരെ ദയാലിന്റെ അടുത്തേക്ക് പോകുന്നു. മെഷീൻ ഓപ്പറേറ്റ് ചെയ്യാനാണെങ്കിൽ ഡയറക്റ്റ് ആയിട്ട് ആളെ വിട്ടാൽ മതിയായിരുന്നു, എന്തിനെങ്ങനെ കിഡ്നാപ്പ് ഒക്കെ ചെയ്യുന്നതെന്ന് ദേവ ദയാലിനോട് ചോദിക്കുന്നു. ആ മെഷീൻ ഓപ്പറേറ്റ് ചെയ്യാൻ തനിക്കാണ് നല്ലപോലെ അറിയാവുന്നത്. കാരണം രാജശേഖർ എന്റെ കൂട്ടുകാരനായിരുന്നു, അവനത് എനിക്ക് കാണിച്ചു തന്നിട്ടുണ്ടെന്ന് ദേവ പറയുന്നു. പ്രീതി ഇതിൽ നിന്നെല്ലാം ഒഴിവാക്കി നിർത്താനാണ് ദേവ ആവശ്യപ്പെടുന്നത്. പക്ഷെ ദേവയുടെ ഉദ്ദേശം മറ്റെന്തെങ്കിലും ആണോ എന്ന് ദയാലിന് ഡൗട്ട് തോന്നുന്നുണ്ട്. എന്നാൽ ദേവ പറയുന്നുണ്ട് ഞങ്ങൾക്ക് കാശ് ആവശ്യമാണ്, അതുകൊണ്ടാണ് ഈ ഒരു ജോലിക്ക് ഞങ്ങൾ ഇറങ്ങി തിരിച്ചത്. അങ്ങനെ ഒടുവിൽ അവരുടെ ഡീലിലെത്തി. ഓരോ ഡെഡ് ബോഡീസ് ആയിട്ട് ആ ചെയറിന്റെ അടുത്തേക്ക് ദയാലിന്റെ ആൾക്കാരെ കൊണ്ടുവരുന്നു. ദേവയ്ക്കാകട്ടെ ഇതൊന്നും ഓപ്പറേറ്റ് ചെയ്യാൻ അറിയില്ല. പ്രീതിക്കും അച്ഛന്റെ കൂടെ നിന്നുള്ള പരിചയമേ ഉള്ളൂ. അവൾ ഒറ്റയ്ക്ക് ഇതുവരെ അത് ചെയ്തിട്ടില്ല. എന്നാലും പല കാര്യങ്ങളും ഓർത്തെടുത്ത് അവർ എങ്ങനെയൊക്കെയോ അത് ചെയ്യുന്നു. സംഭവം സക്സസ് ആയി. ആ ബോഡി നിമിഷ നേരത്തിനുള്ളിൽ ചാരമായി മാറി. പിന്നീട് അങ്ങോട്ടുള്ള ദിവസങ്ങളെല്ലാം തന്നെ ദയാലു കൊണ്ടുവരുന്ന ബോഡീസ് ഇവരിങ്ങനെ ക്രിമേറ്റ് ചെയ്തുകൊണ്ടേയിരുന്നു. അതിന് നല്ല ക്യാഷും ഇവർക്ക് കിട്ടിക്കൊണ്ടേയിരുന്നു. ഇതിനിടയിലും ദേവയാകട്ടെ അവിടുത്തെ ജോലിക്കാരോടും മറ്റും രാജശേഖരനെ പറ്റി അന്വേഷിക്കുന്നു. രാജശേഖരന് ഇവിടെ ആരുമായിട്ടെങ്കിലും പ്രശ്നം ഉണ്ടായിരുന്നോ, ആരുമായിട്ടെങ്കിലും വഴക്കിട്ടിരുന്നോ എന്നൊക്കെ ചോദിക്കുന്നുണ്ട്. എന്നാൽ അവിടെയുള്ള ജോലിക്കാർക്കാർക്കും അതിനെക്കുറിച്ചൊന്നും അറിയില്ലായിരുന്നു. രാജശേഖർ ഇവിടെ രാത്രി സമയത്ത് വരും പോകും, പക്ഷെ ആരുടെയും കൂടെ സംസാരിക്കില്ല എന്നാണ് അവരെല്ലാം പറയുന്നത്. പിന്നീട് അങ്ങോട്ടുള്ള ദിവസങ്ങളിൽ ആ പോർട്ടിൽ ജോലി ചെയ്തിരുന്ന പല കൂലികളുടെയും ബോഡി ക്രിമേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് ദേവയുടെ അടുത്തേക്ക് വരുന്നു. ചിലരുടെയൊക്കെ ഹാർട്ടിന്റെ അടുത്ത് കത്തിക്കൊണ്ട് കയറിയ പാടുകൾ ഉണ്ടായിരുന്നു. ആ പോർട്ടില് ആരും പോകാത്ത ഒരു റെസ്ട്രിക്റ്റഡ് ഏരിയ ഉണ്ട്. ദയാലിനും മറ്റും മാത്രമേ അങ്ങോട്ടേക്ക് പോകാൻ പറ്റൂ. സാധാരണക്കാരായ കൂലികൾക്ക് അങ്ങോട്ട് പ്രവേശനമില്ല. ഇവിടെ ദയാലിന് അർജുന്റെ കോള് വരുന്നുണ്ട്. ഇവരുടെ ഗാങ്ങിൽ ഋഷി എന്ന് പറയുന്ന ഒരാള് തലേന്നൊരു പോലീസ് ഓഫീസറിനോട് സംസാരിക്കുന്നത് ചിലർ കണ്ടു എന്ന് പറഞ്ഞിട്ട്. അങ്ങനെ ഋഷി ഇവർ കൈയോടെ പൊക്കുന്നു. ദയാൽ അവനെ ഒരുപാട് ഉപദ്രവിക്കുന്നു. അവസാനം സൈമന്റെ കയ്യിൽ ഒരു ചുറ്റിക്ക് കൊടുത്തിട്ട് ഇവനെ നിങ്ങൾ തന്നെ കൊന്നു എന്ന് പറയുന്നു. എന്നാൽ അവനാകട്ടെ കരഞ്ഞുകൊണ്ട് പറയുന്നുണ്ട് ഞാൻ എന്റെ അങ്കിളിനെ കാണാൻ പോയതാ, അല്ലാതെ വേറെ തെറ്റൊന്നും ചെയ്തിട്ടില്ല എന്ന്. പക്ഷേ സൈമൺ ചുറ്റിക്ക് എടുത്ത് വീശുന്നത് മാത്രം കാണിക്കുന്നു, പിന്നെന്താ നടന്നെന്ന് കാണിക്കുന്നില്ല. ഇവിടെ പ്രീതിയാകട്ടെ തനിക്ക് കിട്ടിയ ക്യാഷ് എല്ലാം തന്നെ പാതി ദേവിക്കും കൊടുക്കുന്നുണ്ട്. എന്നാൽ ദേവ പറയുന്നുണ്ട് ഈ പണി ഇവിടെ വെച്ച് അവസാനിപ്പിക്കാമെന്ന്. ഇത്രയൊക്കെ ക്യാഷ് കിട്ടിയത് പോരെ, ഇനിയും ക്യാഷ് വേണോ? എന്നാൽ
കരഞ്ഞുകൊണ്ട് പ്രീതി പറയുന്നുണ്ട്, ഞങ്ങളുടെ ലൈഫിനെ പറ്റി നിങ്ങൾക്ക് എന്തറിയാമെന്ന്. എനിക്ക് 29 വയസ്സുണ്ട്. എന്റെ ലൈഫിലെ പെൺകുട്ടികൾ പ്രണയമൊന്നും മാരേജെന്നും ഒക്കെ പറഞ്ഞിട്ട് ലൈഫ് എൻജോയ് ചെയ്യുകയാണ്. ഞാനാണെങ്കിൽ എന്റെ അനിയത്തികളെ പഠിപ്പിക്കാൻ വേണ്ടിയിട്ട് കഷ്ടപ്പെടുകയാണ്. എന്റെ അനിയത്തികൾ മെഡിസിൻ പഠിക്കുന്ന പോലെ ഞാനും മെഡിസിൻ പഠിച്ചുകൊണ്ടിരുന്നതാ. പക്ഷെ എന്റെ ഫീസ് അച്ഛന് താങ്ങാൻ പറ്റില്ല എന്ന് കരുതിയിട്ടാണ് ഞാൻ ആ കോഴ്സ് പാതി വഴിക്ക് വിട്ടിട്ട് ഫാർമസി കോഴ്സ് എടുത്തത്. എന്റെ അനിയത്തിമാർക്ക് ഞാനുണ്ട്, പക്ഷെ എന്നെ സപ്പോർട്ട് ചെയ്യാൻ ആരുമില്ല. ഇപ്പൊ കിട്ടുന്ന ഈ കാശ് കൊണ്ട് താൻ തനിക്ക് വേണ്ടി ഒന്നും ചെയ്യുന്നില്ല. തന്റെ അനിയത്തിമാരുടെ പഠനത്തിന് വേണ്ടി മാത്രമാണ് ഇതെല്ലാം യൂസ് ചെയ്യുന്നത്. അവൾ സങ്കടത്തോടെ ഇതെല്ലാം പറയുന്ന കേട്ടിട്ട് ദേവയുടെയും കണ്ണു നിറഞ്ഞു. ദേവ തനിക്ക് കിട്ടിയ പങ്കും കൂടി അവൾക്ക് കൊടുക്കുന്നുണ്ട്. അവളെ വേണ്ടാന്ന് പറഞ്ഞിട്ടും നിർബന്ധിച്ച് അവളുടെ കയ്യിൽ കൊടുക്കുന്നു. കാരണം വർഷങ്ങൾക്ക് മുമ്പ് നിന്റെ അച്ഛൻ എനിക്ക് വേണ്ടി ചെയ്ത സഹായങ്ങളൊക്കെ വെച്ച് നോക്കുമ്പോൾ ഇതൊന്നും ഒന്നുമല്ല എന്നാണ് ദേവ പറയുന്നത്. കൂടാതെ പ്രീതി പറയുന്നുണ്ട്, താൻ കുട്ടിയായിരിക്കുന്ന സമയത്ത് അമ്മയും ആന്റിയും ഗ്യാസ് സിലിണ്ടർ പൊട്ടിത്തെറിച്ചാണ് മരിച്ചത്. ആ പൊട്ടിത്തെറിയിൽ അവശേഷിച്ചിരുന്നത് ഒരു ഫോട്ടോ മാത്രമായിരുന്നു. ആ ഫോട്ടോ അവളെടുത്ത് ദേവയെ കാണിക്കുന്നു. അതിൽ ദേവയും പ്രീതിയുടെ ആന്റിയുമായിരുന്നു ഉണ്ടായിരുന്നത്. അതായത് രാജശേഖറിന്റെ സഹോദരിയുടെ കൂടെ ദേവ ഇരിക്കുന്ന ഫോട്ടോ. ആന്റിയുമായിട്ട് നിങ്ങൾക്ക് ബന്ധമുണ്ടെന്ന് കരുതിയിട്ട് ഞാൻ നിങ്ങളെ അങ്കിളെന്ന് ഒരിക്കലും വിളിക്കില്ല, അവസാനം വരെ സാറിന് മാത്രമേ വിളിക്കൂ എന്നാണ് അവള് പറയുന്നത്. അപ്പോഴേക്കും ദയാലിന്റെ കോള് ദേവയ്ക്ക് വരുന്നുണ്ട്, എത്രയും പെട്ടെന്ന് പോർട്ടിലേക്ക് വരണമെന്ന് പറഞ്ഞിട്ട്. വീണ്ടും കുറെ മൃതദേഹങ്ങൾ ക്രിമേറ്റ് ചെയ്യാനുണ്ടായിരുന്നു. അങ്ങനെ ദേവ അവിടെ എത്തുന്ന സമയത്ത് ആദ്യമായിട്ട് ദേവ സൈമണിനെ കാണുന്നു. സൈമൺ ദേവയെ കണ്ടപ്പോ തൊട്ട് പറയുന്നുണ്ട്, തന്നെ ഞാൻ എവിടെയോ കണ്ട നല്ല പരിചയമുണ്ടെന്ന്. പക്ഷെ എവിടെയാണെന്ന് മാത്രം സൈമൺ ഓർമ്മ വന്നില്ല. ക്രിമേറ്റ് ചെയ്യാനുള്ള ബോഡി നോക്കാൻ പോയ ദേവയാകട്ടെ ഞെട്ടിപ്പോയി. അതിൽ ദയാലിന്റെ ബോഡി ഉണ്ടായിരുന്നു. അതായത് നേരത്തെ ഋഷിയാണ് കൊന്നതെന്ന് നമ്മൾ വിചാരിച്ചെങ്കിലും സൈമൺ കൊന്നത് ഋഷിയായിരുന്നില്ല, ദയാലിനെ ആയിരുന്നു. 8 വർഷമായിട്ട് ഇവരുടെ ഗ്യാങ്ങില് ഒരു പോലീസുകാരൻ ഇൻഫോമർ ഉണ്ടെന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നില്ലേ? ആ ഇൻഫോമർ മറ്റാരുമായിരുന്നില്ല, ദയാലായിരുന്നു. അത് സൈമൺ കൈയോടെ കണ്ടുപിടിച്ചത് കൊണ്ടാണ് ദയാലിനെ സൈമൺ കൊന്നത്. സൈമണിന്റെ വായിൽ നിന്ന് ഇതെല്ലാം കേട്ട് ദേവയും ഞെട്ടി. ബാക്കിയുള്ള ബോഡീസ് എല്ലാം തന്നെ ഇലക്ട്രിക് ചെയറിൽ വെച്ചിട്ട് ക്രിമേറ്റ് ചെയ്താൽ മതി. എന്നാൽ ദയാലിന്റെ ബോഡി പോലീസുകാർ കാണുന്ന രീതിയിൽ കമ്മീഷണർ ഓഫീസിന്റെ പിറകിലുള്ള ഏരിയയിൽ കുഴിച്ചിടണം. അധികം ആഴത്തിൽ കുഴിച്ചിടണ്ട. അങ്ങനെയാകുമ്പോ രാവിലെ അതുവഴി പോകുന്ന നായ്ക്കള് ആ ബോഡി എന്തായാലും കടിച്ചെടുക്കും. തന്റെ ഗ്യാങ്ങിലേക്ക് ഇൻഫോമറായിട്ട് അയച്ച അവനെ അങ്ങനൊരു അവസ്ഥയിൽ പോലീസുകാർ കാണുമ്പോ എന്തായാലും പേടിക്കും. അതാണ് തനിക്കും ആവശ്യം. ദയാലിനെ കൊണ്ടുപോയി അവിടെ കുഴിച്ചിടാൻ വേണ്ടിയിട്ട് ഇവരെ തന്നെ ഏൽപ്പിച്ചത് എന്താണെന്ന് ഇവർ ചിന്തിക്കുന്നു. അവിടെ ഇരിക്കുന്ന ആർക്ക് വേണമെങ്കിലും അങ്ങനെ കൊണ്ടുപോയി കുഴിച്ചിടാം. പക്ഷെ ഇതിന് പിന്നിൽ എന്തൊക്കെ പ്ലാനിംഗ് ഉണ്ടെന്ന് ഇവർക്ക് തോന്നുന്നു. എന്താണെങ്കിലും അവസാനമായിട്ട് നമ്മൾ എടുത്തുകൊണ്ടു പോകുന്ന ശവം ഇത് മാത്രമായിരിക്കണമെന്ന് ദേവ പ്രീതിയോട് പറയുന്നു. ഇവരെന്തായാലും സൈമൺ പറഞ്ഞ പോലെ ആ ഏരിയയിൽ കൊണ്ടുപോയി ദയാലിനെ കുഴിച്ചിടുന്നു. ആ സമയത്ത് നല്ലപോലെ മഴ പെയ്യാൻ തുടങ്ങി. അവർ അവിടെ തന്നെ വെയിറ്റ് ചെയ്തു. എന്നാൽ അപ്പോഴാണ് ഞെട്ടിക്കുന്ന ഒരു കാഴ്ച അവർ കാണുന്നത്. ദയാൽ മരിച്ചിട്ടുണ്ടായിരുന്നില്ല. ആ കുഴിയിൽ നിന്നും അവന്റെ കൈ മുകളിലേക്ക് ഉയർന്നു വരുന്നുണ്ട്. അവർ അവനെ പുറത്തേക്ക് പിടിച്ചിടുന്നു. ഇവനെ കൊന്നു കുഴിച്ചു മുടിയെങ്കിലല്ലേ പറ്റൂ. അത് കാരണം അവനെ കൊല്ലാൻ വേണ്ടിയിട്ട് ദേവ തുടങ്ങിയതും ദയാൽ കരഞ്ഞുകൊണ്ട് പറയുന്നുണ്ട്, എന്നെ കൊല്ലരുത്, ഞാനൊരു പാവം പോലീസ് ഓഫീസറാണെന്ന്. എന്താണെങ്കിലും ദേവയാകട്ടെ സൈമണിന്റെ ഒരാളെ കോള് ചെയ്യുന്നു. അയാളോട് പറയുന്നുണ്ട് ദയാൽ മരിച്ചിട്ടില്ല എന്ന്. അത് കേട്ടതും അയാളൊന്ന് ഞെട്ടി. അയാൾ സൈമണിന്റെ അടുത്ത് ഈ വിവരം പറയാതെ മാറി നിന്ന് ദേവയോട് സംസാരിക്കുന്നു. അവൻ മരിച്ചിട്ടില്ലെങ്കിൽ അവൻ ഇപ്പോൾ കൊല്ലണ്ട. ദയാലിന്റെ കയ്യിൽ കോടിക്കണക്കിന് സ്വത്തുണ്ട്. അവൻ എവിടെയോ ഒളിപ്പിച്ചു വെച്ചിരിക്കുകയാണ്. അവൻ മരിച്ചു കഴിഞ്ഞാൽ അത് എവിടെയാണെന്ന് ആർക്കും കണ്ടെത്താൻ കഴിയില്ല. നിങ്ങൾ നിങ്ങളുടെ ലൈവ് ലൊക്കേഷൻ അയച്ചു കഴിഞ്ഞാൽ ഞാൻ തന്നെ അവിടേക്ക് വരാമെന്ന് അയാൾ പറയുന്നു. നമുക്ക് എല്ലാവർക്കും ചേർന്നിട്ട് അവനെ കൊണ്ട് ആ പണമെല്ലാം എവിടെയാണ് ഇരിക്കുന്നതെന്ന് പറയിപ്പിച്ചിട്ട് അത് ഈക്വൽ ആയിട്ട് നമുക്ക് വീതിച്ചെടുത്ത് അവനെ കൊന്നുകളയാമെന്നാണ് ഇയാൾ പറയുന്നത്. ഇതെല്ലാം തന്നെ ലൗഡ് സ്പീക്കറിൽ ഇട്ടിട്ട് പ്രീതിയും ദേവ കേൾപ്പിക്കുന്നു. അങ്ങനെ സൈമൺ അറിയാതെ കുറച്ച് ആൾക്കാർ ഇവരുടെ അടുത്തേക്ക് വരുന്നുണ്ട്. ഇവിടെ ദേവിക്ക് എന്ത് ചെയ്യണമെന്നറിയില്ല. ആ ആൾക്കാർ ഇങ്ങോട്ട് വരുന്നതിന് മുമ്പ് ഇവനെ കൊല്ലണോ അതോ ഇവനെ രക്ഷിക്കണോ എന്നുള്ള ചിന്തയിലായിരുന്നു അയാൾ. ദയാൽ കരഞ്ഞുകൊണ്ട് പറയുന്നുണ്ട് താൻ പോലീസ് ഓഫീസറാണ്, തനിക്ക് 2 കുട്ടികളുണ്ട്, ഭാര്യയുണ്ടെന്നൊക്കെ. ആ ടൈമില് സൈമണിനോട് മറ്റൊരാൾ പോയി പറയുന്നുണ്ട് ദയാൽ ജീവനോടെ ഉണ്ട് എന്നും ഇവിടുന്ന് കുറച്ചുപേര് ദയാലിനെ തേടി പോയിട്ടുണ്ടെന്നും. തന്റെ പിന്നിലൂടെ നിന്ന് തന്റെ ആൾക്കാർ കളിക്കുന്നത് സൈമണിന് ഇഷ്ടപ്പെട്ടില്ല. സൈമൺ അപ്പൊ തന്നെ ദേവയെ വിളിച്ചിട്ട് പറയുന്നുണ്ട്, നിന്റെ മുന്നിലുള്ള അവനെ നീ കൊല്ലുന്നത് തന്നെ നല്ലത്. അങ്ങനെയാണെങ്കിൽ നിനക്ക് വേണ്ടി ഞാനും ചില കാര്യങ്ങൾ ചെയ്യാം. ദേവ കുറച്ചു നേരം ആലോചിക്കുന്നുണ്ട്. പ്രീതി പറയുന്നുണ്ട് ഇയാളെ വെറുതെ വിട്ടേക്കാമെന്ന്. പിന്നീട് കാണിക്കുന്നത് കുറെ നേരം കഴിഞ്ഞിട്ട് ആ ആൾക്കാർ അവിടേക്ക് വരുമ്പോ ദേവ കുഴി മൂടിയിട്ട് അവിടെ ഇരിക്കുന്നതാണ് കാണുന്നത്. അവര് ദേവിയോട് വഴക്കുണ്ടാക്കുന്നു. നിങ്ങളോട് പലതവണ പറഞ്ഞതല്ലേ അവനെ കൊല്ലണ്ട, അവൻ പൂഴ്ത്തി വെച്ചിരിക്കുന്ന പണമെല്ലാം കണ്ടെടുത്തിട്ട് അവനെ കൊന്നാ മതിയെന്ന്. എന്നാൽ ദേവ പറയുന്നുണ്ട് അവൻ ബഹളം ഉണ്ടാക്കാൻ തുടങ്ങി, തൊട്ടപ്പുറത്ത് കമ്മീഷണർ ഓഫീസറാണ്, അതുകൊണ്ട് അവനെ കൊല്ലാതെ വേറെ വഴിയില്ലായിരുന്നു എന്ന്. അങ്ങനെ ദയാലിനെ കൊന്നു പറഞ്ഞിട്ട് ദേവയാകട്ടെ സൈമന്റെ അടുത്ത് നിന്നു. നീ അവനെ കൊന്നത് നന്നായി എന്നും അതിന് പകരമായിട്ട് നിനക്ക് ഒരു കാര്യം കാണിച്ചു തരാമെന്നും പറഞ്ഞിട്ട് സൈമൺ ഒരു വീഡിയോ ദേവയ്ക്ക് കാണിച്ചു കൊടുക്കുന്നു. ആ വീഡിയോ കണ്ട് ശരിക്കും ദേവ ഞെട്ടിപ്പോയി. അതിൽ ദയാലാകട്ടെ രാജശേഖരനെ കൊല്ലുന്നതാണ് ദേവ കാണുന്നത്. അതായത് ഇത്രയും കാലം ദേവ അന്വേഷിച്ചുകൊണ്ടിരുന്ന രാജശേഖരന്റെ കൊലയാളി ദയാലാണ്. ദേവയുടെ ഉള്ളിൽ ദേഷ്യം കൂടിക്കൂടി വരികയായിരുന്നു. കാരണം ഈ സത്യങ്ങളൊന്നും മനസ്സിലാക്കാതെ ദേവയാകട്ടെ ദയാലിനെ രക്ഷിച്ചിരിക്കുന്നു. ആ കുഴിക്കുള്ളിൽ ദയാലിന്റെ ശരീരം ഉണ്ടായിരുന്നില്ല. ആരും അറിയാതെ പ്രീതിയും ദേവയും ചേർന്നിട്ട് ദയാലിനെ ട്രെയിനിലേക്ക് കയറ്റിവിട്ടു. എവിടെയെങ്കിലും പോയി രക്ഷപ്പെട്ടോ, ഇവിടെ എല്ലാവരോടും നീ മരിച്ചു എന്ന് ഞാൻ വിശ്വസിച്ചുകൊള്ളാം എന്നാണ് ദേവ പറഞ്ഞത്. എന്നാൽ അയാളുടെ ആ അവസ്ഥയിൽ അയാൾക്ക് ഒറ്റയ്ക്ക് പോകാൻ പറ്റില്ല എന്ന് പറയുന്നു. അത് കാരണം പ്രീതിയും അയാൾക്ക് സഹായത്തിന് വേണ്ടി അയാളുടെ കൂടെ പോയിട്ടുണ്ടായിരുന്നു. ഇവിടെ സൈമൺ ദേവയോട് പറയുന്നുണ്ട്, നീ രാജശേഖരന്റെ ഒറ്റ സുഹൃത്താണെന്നും നീ രാജശേഖരന്റെ കൊലയാളി തേടി നടക്കുകയാണെന്നും ഒക്കെ എനിക്ക് നേരത്തെ തന്നെ മനസ്സിലായിരുന്നുവെന്ന്. അതുകൊണ്ടാണ് നിന്നെ എന്റെ കൂടെ നിർത്തി ഞാൻ വാച്ച് ചെയ്തുകൊണ്ടിരുന്നത്, ഈ വീഡിയോ ഇപ്പൊ കാണിച്ചതും. പക്ഷെ
പക്ഷെ ആ വീഡിയോയില് രാജശേഖർ മരിക്കുന്ന സമയത്ത് ദേവയുടെ ചെവിയില് എന്തോ പറഞ്ഞിട്ടുണ്ടായിരുന്നു. അതെന്താണെന്ന് ദേവയ്ക്ക് അറിയണം. അത് ആർക്കെങ്കിലും അറിയാമോ എന്ന് ദേവ എല്ലാവരോടും ചോദിക്കുന്നു. പക്ഷെ ദയാലിനൊഴിച്ച് ആർക്കും തന്നെ അത് അറിയില്ലായിരുന്നു. ആ ടൈമില് ദേവയ്ക്കാകട്ടെ ദയാലിന്റെ കോളും വരുന്നുണ്ട്. ദയാൽ ഇവിടെ പ്രീതിയെ ഭീഷണിപ്പെടുത്തി അവളെ തന്റെ കൂടെ കൂട്ടിക്കൊണ്ടു പോവുകയായിരുന്നു. ഞാൻ ജീവിച്ചിരിക്കുന്നു എന്ന് സൈമണിനോട് നീ പറഞ്ഞു കഴിഞ്ഞാൽ സൈമൺ തന്നെ നിന്നെ കൊല്ലുമെന്നാണ് ദയാൽ ദേവയോട് പറയുന്നത്. തന്റെ കൂട്ടുകാരനെ കൊന്നത് നീയാണെന്ന് എനിക്ക് മനസ്സിലായി എന്നും അവസാനമായിട്ട് അവൻ എന്താണ് നിന്റെ ചെവിയിൽ പറഞ്ഞതെന്നും ദേവ ചോദിക്കുന്നു. എന്നാൽ ദയാൽ പറയുന്നു, രാജശേഖറും നിങ്ങളും എങ്ങനെയാണ് ഫ്രണ്ട്സ് എന്ന്. രാജശേഖർ നല്ലപോലെ മദ്യപിക്കും, പക്ഷെ നിങ്ങൾ മദ്യപിക്കില്ലല്ലോ. മരിക്കുന്നതിന് മുമ്പ് രാജശേഖർ എന്റെ ചെവിയിൽ പറഞ്ഞത് പവർ ഹൗസ് എന്നാണ്. അതൊരു മദ്യത്തിന്റെ പേരായിരുന്നു. അത് കേട്ടതും ദേവ ചിരിക്കുന്നു. അങ്ങനെ കഥ ചെറിയൊരു ഫ്ലാഷ് ബാക്ക് സീനിലേക്ക് പോവുകയാണ്. വർഷങ്ങൾക്ക് മുമ്പ് ദേവയും രാജശേഖരും കൂട്ടുകാരായിരുന്ന സമയത്ത് ദേവ മദ്യപിക്കുമായിരുന്നു. അയാൾ കൂടുതലും പവർ ഹൗസ് എന്ന മദ്യമായിരുന്നു കഴിച്ചിരുന്നത്. യൂണിയന്റെ പേരിൽ ഒരുപാട് വയലൻസ് നടത്തുമായിരുന്ന ദേവയോട് രാജശേഖർ പറയുന്നുണ്ട്, നീ ഇപ്പോൾ ഒറ്റയ്ക്കല്ല, എന്റെ സഹോദരിയെ നീ വിവാഹം ചെയ്തിരിക്കുകയാണ്. അതുകൊണ്ട് ഈ അടിപിടിയെല്ലാം തന്നെ നിർത്തണമെന്ന്, കൂടാതെ ഈ മദ്യപാനവും നിർത്തണമെന്ന് അയാൾ പറയുന്നു. അങ്ങനെ അവസാനം രാജശേഖരന്റെ നിർബന്ധം കാരണം ദേവ തന്റെ മദ്യപാനം നിർത്താൻ തീരുമാനിച്ചു. അയാൾക്ക് വാക്കും കൊടുക്കുന്നുണ്ട് താൻ ഇനി മദ്യപിക്കില്ല എന്ന്. എന്നാൽ രാജശേഖർ പറയുന്നുണ്ട്, ഞാൻ ചത്തു കഴിഞ്ഞു വേണമെങ്കിൽ നീ മദ്യപിച്ചോ, അതുവരെ നീ മദ്യപിക്കണ്ട എന്ന്. അങ്ങനെ 30 വർഷം മുമ്പ് ദേവ വിട്ട ആ മദ്യപാനശീലം ഇപ്പോൾ രാജശേഖരന്റെ മരണശേഷം അയാളുടെ കൊലയാളി ആരാണെന്ന് കണ്ടെത്തിയ ശേഷം ദേവ വീണ്ടും തുടങ്ങുകയാണ്. മരണസമയത്ത് രാജശേഖർ ദയാലിന്റെ ചെവിയിൽ പവർ ഹൗസ് എന്ന് പറയാൻ തന്നെ കാരണം ഇതിനെല്ലാം പകരം വീട്ടാൻ തന്റെ കൂട്ടുകാരൻ വരുമെന്നുള്ള ഒരു ഭീഷണിയായിരുന്നു. അങ്ങനെ വർഷങ്ങൾക്ക് ശേഷം മദ്യപിച്ച ദേവയാകട്ടെ സൈമണിനോട് പറയുന്നുണ്ട്, ദയാൽ മരിച്ചിട്ടില്ല എന്നുള്ള വിവരം നിങ്ങളുടെ കൂടെയുള്ള ഇവനോടാണ് ഞാൻ ആദ്യം പറഞ്ഞത്. എന്നാൽ ഇത് ആരോടും പറയണ്ട. ആരും അറിയാതെ ദയാലിനെ ക്വസ്റ്റ്യൻ ചെയ്ത് അവന്റെ കയ്യിലുള്ള പണമെല്ലാം അടിച്ചെടുത്തിട്ട് അവനെ കൊല്ലാമെന്നാണ് ഇവൻ പറഞ്ഞത്. കൂടെ നിന്ന് ചതിക്കുന്ന ഇവനെ വെറുതെ വെച്ചേക്കാൻ പാടില്ല എന്ന് പറഞ്ഞിട്ട് ദേവ അയാളെ കൊല്ലുന്നു. എന്നാൽ സൈമൺ ദേഷ്യം വരുന്നുണ്ട്. ഇവരെയൊക്കെ കൊല്ലാൻ എനിക്ക് മാത്രമേ അനുവാദമുള്ളൂ എന്നാണ് സൈമൺ പറയുന്നത്. പക്ഷെ ദേവയെ സൈമൺ എതിർത്തു നിൽക്കുന്നില്ല. അയാളുടെ മനസ്സിലൂടെ വീണ്ടും വീണ്ടും ദേവയുടെ പഴയ മുഖം കടന്നു പോകുന്നുണ്ട്. എവിടെയോ വെച്ച് സൈമൺ ദേവയെ കണ്ടിട്ടുണ്ടായിരുന്നു. എവിടെയാണെന്ന് മാത്രം സൈമൺ ഓർമ്മ വരുന്നില്ല. ഇവിടെ ദയാലാകട്ടെ പ്രീതിയും തട്ടിക്കൊണ്ടുപോയ ശേഷം പ്രീതിയോട് രാജശേഖരനെ എങ്ങനെയാ കൊന്നതെന്ന് പറയുന്നു. രാജശേഖർ അവിടെ സൈമൺ നടത്തുന്ന ഇല്ലീഗലായിട്ടുള്ള മറ്റു ചില ബിസിനസ്സുകൾ കണ്ടെത്താൻ ശ്രമിക്കുന്നു. ദയാല് രാജശേഖരനെ കൈയോടെ പൊക്കി. അവിടെ നടക്കുന്ന കാര്യങ്ങൾ രാജശേഖർ പുറത്തു കൊണ്ടുവരാതിരിക്കാൻ വേണ്ടിയിട്ട് രാജശേഖരനെ കൊല്ലുകയായിരുന്നു. എന്നാൽ കൊല്ലുന്നതിന് മുമ്പ് രാജശേഖർ ദയാലിനോട് പറഞ്ഞിട്ടുണ്ടായിരുന്നു, എന്നെ ചിത്രവധം ചെയ്താണ് നീ കൊല്ലുന്നതെങ്കിൽ ഉറപ്പായിട്ടും അത് ചോദിച്ചൊരാൾ വരുമെന്ന്. ആ വരുന്നവനെ ഞാൻ നോക്കിക്കൊള്ളാമെന്ന് പറഞ്ഞിട്ട് ദയാല് അയാളുടെ നെഞ്ചിലേക്ക് ശക്തമായി ഇടിച്ച് അയാളെ ക്രൂരമായി കൊല്ലുകയായിരുന്നു. ഇതെല്ലാം കേട്ട് പ്രീതി ആകെ തകർന്നിരിക്കുകയാണ്. പ്രീതി ഇവന്റെ കസ്റ്റഡിയിൽ ഇരിക്കുന്ന കാരണം ദേവയ്ക്ക് ദയാല് പറയുന്ന കാര്യങ്ങളെല്ലാം തന്നെ ചെയ്യേണ്ടി വരികയാണ്. ദയാലിന്റെ ചില ആൾക്കാര് ദേവയുടെ കയ്യിൽ ദയാല് പറയുന്ന സാധനങ്ങളൊക്കെ കൊണ്ടു കൊടുക്കുന്നുണ്ട്. അതിൽ ചില ഫയൽസും പാസ്പോർട്ടും പണവും ഒക്കെ ഉണ്ടായിരുന്നു. ആ ബാഗുമായിട്ട് ഒരു പബ്ലിക് ടോയ്ലറ്റിലേക്ക് പോകാൻ പറയുന്നു. അതിലൊരു ടോയ്ലറ്റിനുള്ളിൽ ഒരു രഹസ്യ അറയുണ്ടായിരുന്നു. ആ അറ തുറന്ന് അകത്തേക്ക് കയറിയതും ദേവ ഞെട്ടിപ്പോയി. അവിടെ ഒരുപാട് സ്വർണവും പണവും ഒക്കെ ഉണ്ടായിരുന്നു. ആ സാധനങ്ങളെല്ലാം ദേവ അവിടെ വെച്ചിട്ട് ദയാല് പറഞ്ഞ പ്രകാരം അവിടെ നിന്നും പോയി. ഇവിടെ കല്യാണിയും അർജുനും ആകട്ടെ എങ്ങനെയെങ്കിലും ഒരുമിച്ച് ജീവിക്കണമെന്നുള്ളൊരു ചിന്തയിലായിരുന്നു. ഇവരുടെ ബന്ധം സൈമൺ അറിഞ്ഞു കഴിഞ്ഞാൽ ഇവരെ ഒരുമിച്ച് ജീവിക്കാൻ അനുവദിക്കില്ല. അതുകൊണ്ട് ഒളിച്ചോടാനുള്ള പ്ലാൻ ആയിരുന്നു ഇവരുടേത്. ഇവിടെ ദയാല് വീണ്ടും ദേവയോട് ഒരു ഫയൽ എടുക്കാൻ ആവശ്യപ്പെടുന്നു. ദേവ അതിനു വേണ്ടിയിട്ടുള്ള ശ്രമത്തിലായിരുന്നു. അതിന്റെ ഇടയ്ക്ക് അർജുൻ വന്ന് ദേവയോട് സംസാരിക്കുന്നു. നിങ്ങളുടെ ഒരു ഹെൽപ്പ് എനിക്ക് വേണമെന്ന് പറഞ്ഞിട്ട് ദേവ വീണ്ടും ദയാല് പറഞ്ഞ പ്രകാരം ഒരു ഫയൽ എടുക്കാൻ വേണ്ടിയിട്ട് സീക്രട്ട് ആയിട്ടുള്ള റൂമിലേക്ക് പോകുന്നു. അവിടേക്ക് പോകാനുള്ള വഴിയും അവിടുത്തെ പാസ്വേഡും എല്ലാം തന്നെ ദയാലായിരുന്നു ഫോണിലൂടെ പറഞ്ഞു കൊടുത്തുകൊണ്ടിരുന്നത്. എന്നാൽ ആ റൂമിനുള്ളിലേക്ക് കയറിയ ദേവ ഞെട്ടിപ്പോയി. അവിടെ ഓൾറെഡി സൈമന്റെ ആൾക്കാരുണ്ടായിരുന്നു. സൈമന്റെ ഒപ്പോണന്റ് ടീമിലെ ഒരു ഇൻഫോമറിനെ സൈമന്റെ ആൾക്കാർ കൈയോടെ പിടികൂടി അവിടെ വെച്ച് ചോദ്യം ചെയ്തുകൊണ്ടിരുന്നതാണ്. സൈമൺ വരുന്നിടം വരെ ഇവനെ എവിടെയെങ്കിലും സേഫ് ആയിട്ട് വെക്കണമെന്നുള്ള ചിന്തയിലായിരുന്നു അവർ. ദേവ അവിടേക്ക് വന്നപ്പോൾ ഇവരാകട്ടെ ദേവയോട് പറയുന്നുണ്ട്, നീ ഞങ്ങളുടെ കൂടെ കൂടിക്കോ, ഇവനെ എവിടെയെങ്കിലും സേഫ് ആയിട്ട് വെക്കണമെന്ന്. പക്ഷെ അടുത്ത നിമിഷം തന്നെ അവർക്ക് ഡൗട്ട് തോന്നുന്നുണ്ട്, ഈ ഏരിയയിലേക്ക് ദേവ എങ്ങനെ ഇതുവരെയും വന്നിട്ടില്ല, പിന്നെ എങ്ങനെ ദേവയ്ക്ക് ഇവിടുത്തെ പാസ്വേഡ് കിട്ടിയെന്നും ഇതിനുള്ളിൽ കയറിയെന്നും. ദേവ എന്തോ പ്ലാൻ ചെയ്യുന്നുണ്ടെന്ന് അവർക്ക് മനസ്സിലായി. അതോടെ ദേവയും ഈ സൈമന്റെ ആൾക്കാരും തമ്മിൽ അങ്ങോട്ടും ഇങ്ങോട്ടും അടിയായി. ആ ആൾക്കാരെ എല്ലാം കൊന്നിട്ട് അവർ പിടിച്ചു വെച്ചിരുന്ന ആ ഇൻഫോമറിനെ ദേവ രക്ഷിക്കുന്നു. നീ ആരാണെന്നും നീ ഇവിടെ നിന്നും എന്തു വിവരങ്ങളാണ് ചോർത്താൻ ശ്രമിച്ചതെന്നും ദേവ ചോദിക്കുന്നു. അപ്പോഴാണ് ഇവിടെ ശരിക്കും സൈമൺ ചെയ്യുന്ന യഥാർത്ഥ ബിസിനസ് എന്താണെന്ന് ഈ ഇൻഫോമർ പറയുന്നത്. അയാൾ ഒരു ഫയൽ കാണിക്കുന്നുണ്ട്. അതിലെല്ലാം ക്ലയന്റ് ഡീറ്റെയിൽസ് ആയിരുന്നു ഉണ്ടായിരുന്നത്. ലോകത്തുള്ള പല ആൾക്കാർക്കും ഓർഗൻ ആവശ്യമുണ്ട്. സൈമൺ ഇവിടെ ചെയ്തുകൊണ്ടിരുന്നത് അവയവക്കടത്താണ്. ഇവിടെ ജോലി ചെയ്യുന്ന കൂലികളുടെ എല്ലാം തന്നെ മെഡിക്കൽ ചെക്കപ്പ് നടത്തുന്നതും അതിനാണ്. മാച്ചിങ് ആയിട്ടുള്ള ബ്ലഡ് ഗ്രൂപ്പിലുള്ള ആൾക്കാരുടെ ഓർഗൻസ് എല്ലാം തന്നെ ആവശ്യാനുസരണം ഇവർ പുറംനാട്ടിലേക്ക് കടത്തും. അതിനു വേണ്ടിയിട്ട് പലപ്പോഴായിട്ട് ഇവരുടെ അടുത്ത് ജോലി ചെയ്യുന്ന ആൾക്കാരെ എല്ലാം തന്നെ കൊല്ലുകയും അവരുടെ അവയവങ്ങൾ എടുക്കുകയും ചെയ്യും. അങ്ങനെയുള്ള ബോഡികളായിരുന്നു ദേവിയുടെയും പ്രീതിയുടെ അടുത്ത് ക്രിമേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് എത്തിക്കൊണ്ടിരുന്നത്. അതുകൊണ്ടാണ് അവരുടെ ശരീരത്തിൽ പലയിടങ്ങളിലും മുറിവുകൾ ഇവർ കണ്ടതും. ഈ വർഷം ഇതുപോലെ കുറച്ച് ആൾക്കാരെ കൊന്ന് അവരുടെ ഓർഗൻസ് എടുക്കുന്നുണ്ട്. അക്കൂട്ടത്തില് പ്രീതിയുടെ ഫയലും ദേവ കാണുന്നു. അതായത് പ്രീതിയുടെ ഓർഗൻ ആരുമായിട്ടോ മാച്ച് ആയിട്ടുണ്ട്. ആ വിവരങ്ങൾ പുറത്തു കൊണ്ടുപോകാൻ ശ്രമിക്കുകയായിരുന്നു ഇയാള്. അതിനുള്ളിലാണ് സൈമന്റെ ആൾക്കാർ ഇയാളെ കൈയോടെ പിടികൂടിയത്. എന്തായാലും ദേവ കറക്റ്റ് സമയത്ത് വന്നുകൊണ്ട് ഈ വിവരങ്ങൾ ദേവയ്ക്ക് അറിയാൻ പറ്റി. പിന്നീട് ദേവ തന്റെ ആൾക്കാരെ വെച്ചിട്ട്
ദയാലിനെ പറ്റി അന്വേഷിക്കുന്നു. ദയാൽ കേരളത്തില് പോലീസ് ട്രെയിനിങ് കഴിഞ്ഞതാണ്. ആർക്കും അറിയാത്ത ഡിപ്പാർട്ട്മെന്റ് ഇവൻ അൺഫിറ്റ് ആണെന്ന് പറഞ്ഞിട്ട് അണ്ടർ കവറിൽ ഇവനെ ഓപ്പറേഷന് വേണ്ടി അയച്ചിരിക്കുകയായിരുന്നു. ദയാലിന്റെ യഥാർത്ഥ നെയിം ദിലീപ് എന്നാണ്. കുറെ കഴിയുമ്പോൾ ദയാലാകട്ടെ ദേവയെ വിളിച്ചിട്ട് പറയുന്നുണ്ട് രാത്രിയിൽ അർജുനെ നീ കാറിൽ കൂട്ടിക്കൊണ്ട് പോകണമെന്ന്. അർജുൻ ഓൾറെഡി തന്നെ ദേവയോട് എന്തോ സംസാരിക്കണമെന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു. അത് കാരണം ആ കാര്യം ഡിസ്കസ് ചെയ്യാനെന്ന വ്യാജേന അർജുനെയും കൂട്ടിക്കൊണ്ട് ദയാല് പറഞ്ഞ പോലെ ആ വണ്ടിയിൽ പോകുന്നു. അങ്ങനെ ഇവർ പോകുമ്പോൾ തന്നെ ദേവയോട് ദയാല് വിളിച്ചു പറയുന്നുണ്ട് നിന്റെ കാലിന്റെ അടുത്തായിട്ടൊരു ഗണ്ണുണ്ട്, അതെടുത്ത് നീ അർജുനെ കൊല്ലാൻ. എന്നാൽ ആ കൂട്ടത്തില് കുറച്ചെങ്കിലും നല്ല വ്യക്തി അർജുനാണെന്ന് ദേവയ്ക്കറിയാം. തന്റെ അച്ഛൻ ചെയ്യുന്ന തെറ്റുകൾക്കൊന്നും കൂട്ടുനിൽക്കാൻ അവനൊരു താല്പര്യം ഉണ്ടായിരുന്നില്ല. എങ്ങനെയെങ്കിലും കല്യാണിയുടെ കൂടെ പോയി എവിടെയെങ്കിലും ജീവിക്കാനായിരുന്നു ആഗ്രഹം. ഇതെല്ലാം മനസ്സിലാക്കിയ ദേവയാകട്ടെ അവനെ കൊല്ലാതെ കല്യാണിയുടെ അടുത്തേക്ക് എത്തിക്കുന്നു. എന്നാൽ സൈമണിന്റെ ആൾക്കാര് ദേവയെ അർജുനെ ഫോളോ ചെയ്യുന്നുണ്ടായിരുന്നു. സിൻഡിക്കേറ്റ് മീറ്റിംഗിൽ ഇരിക്കുന്ന സൈമണിനെ ആ ആൾക്കാരെ വിളിച്ചിട്ട് പറയുന്നുണ്ട് അർജുനും ദേവയും ഒരുമിച്ച് കടൽ തീരത്തേക്ക് വന്നിട്ടുണ്ട്, അവരുടെ കയ്യിൽ ഗണ്ണൊക്കെ ഉണ്ടെന്ന്. എന്തെങ്കിലും സംഭവിക്കുകയാണെങ്കിൽ എന്നെ എത്രയും പെട്ടെന്ന് വിവരങ്ങൾ അറിയിക്കണമെന്ന് സൈമൺ അവരോട് പറയുന്നു. സിൻഡിക്കേറ്റ് മീറ്റിംഗിൽ എല്ലാവരും സൈമണിനോട് പറയുന്നുണ്ട് ഇവരുടെ എല്ലാ ഹെഡായിട്ടുള്ള ദാഹ ഇവിടേക്ക് വരുന്നുണ്ട്, ദാഹയെ റിസീവ് ചെയ്യാൻ സൈമൺ തന്നെ നേരിട്ട് പോകണമെന്ന്. സൈമൺ അത് സമ്മതിക്കുകയും ചെയ്യുന്നു. അർജുനെ സേഫ് ആയിട്ട് കല്യാണിന്റെ അടുത്ത് വിട്ട ശേഷം ദേവ തിരിച്ചു പോകാൻ നേരത്ത് ദയാലിന്റെ മെസ്സേജ് ദേവയ്ക്ക് വരുന്നു നിങ്ങൾ ചെയ്തത് ഒരു മിസ്റ്റേക്ക് ആണെന്ന് പറഞ്ഞിട്ട്. അതായത് അർജുനെ അയാൾ വെറുതെ വിട്ട വിവരം ദയാലിന് കറക്റ്റ് ആയിട്ട് കിട്ടിയിരിക്കുന്നു. ദയാലിന് ഈ വിവരം ആര് കൊടുത്തതായിരിക്കുമെന്ന് ദേവയ്ക്ക് ഡൗട്ട് തോന്നുന്നു. ആ സീൻ അവിടെ കട്ടാവുകയാണ്. പിന്നീട് കാണിക്കുന്നത് പിറ്റേന്ന് പ്രീതിയെ കൊല്ലാൻ വേണ്ടിയിട്ട് ദയാൽ ഒരു കെട്ടിടത്തിന്റെ മുകളിലേക്ക് കൊണ്ടുപോകുന്നതും ദേവയെ വീഡിയോ കോൾ ചെയ്യുന്നതുമാണ്. ഞാൻ പറയുന്ന കേൾക്കാതെ നീ അർജുനെ വെറുതെ വിട്ടില്ലേ, ഇവളെ ഇപ്പൊ ഞാൻ കൊല്ലുമെന്ന് പറയുന്നു. എന്നാൽ ദേവയ്ക്ക് പേടി തോന്നിയില്ല. അയാൾ ചിരിച്ചുകൊണ്ട് പറയുന്നുണ്ട് നിന്റെ ഫുൾ ഡീറ്റെയിൽസും എനിക്ക് കിട്ടിയെന്ന്. തലേന്ന് താൻ അർജുനെ വെറുതെ വിട്ടു എന്നുള്ള വിവരം നിനക്ക് കറക്റ്റ് സമയത്ത് കിട്ടണമെങ്കിൽ ആ സമയത്ത് ഉണ്ടായിരുന്ന അർജുനോ കല്യാണിയോ ആരെങ്കിലും മെസ്സേജ് അയക്കണം. അർജുൻ എന്തായാലും മെസ്സേജ് അയക്കില്ല. കല്യാണി നിന്നെ അറിയിച്ചെങ്കിൽ മാത്രമേ താൻ അർജുനെ വെറുതെ വിട്ടു എന്നുള്ള വിവരം നിന്റെ അടുത്തെത്തൂ. അതിൽ നിന്ന് തന്നെ ദേവയ്ക്ക് മനസ്സിലായി അർജുൻ സ്നേഹിക്കുന്ന കല്യാണിയും ദയാലിന്റെ കൂടെയാണെന്ന്. അതായത് ദയാലിന്റെ വൈഫായിരുന്നു കല്യാണി. അവിടെ പ്രീതിയെ നീ എന്തെങ്കിലും ചെയ്തു കഴിഞ്ഞാൽ താൻ കല്യാണി ഇവിടെ എന്തെങ്കിലും ചെയ്യുമെന്ന് ദേവ ഭീഷണിപ്പെടുത്തുന്നു. എന്നാൽ താൻ പ്രീതിയുടെ സഹോദരിമാരെ കൊല്ലുമെന്ന് ദയാല് പറഞ്ഞെങ്കിലും ഓൾറെഡി തന്നെ ദേവയുടെ ആൾക്കാര് പ്രീതിയുടെ സഹോദരിമാരെ സേഫ് ആയിട്ട് അവരുടെ മാൻഷനിലേക്ക് കൊണ്ടുപോയിട്ടുണ്ടായിരുന്നു. അങ്ങനെ കല്യാണിയെ കൊല്ലുമെന്ന് ഭീഷണിപ്പെടുത്തിയ കാരണം ദയാലിന് വേറെ വഴിയില്ലായിരുന്നു. പ്രീതിയെ വെറുതെ വിടുകയും ദേവ പറഞ്ഞ പ്രകാരം പ്രീതി ദയാലിനെ അവിടെ കെട്ടിയിടുകയും ചെയ്യുന്നു. കല്യാണിയെ ഇലക്ട്രിക് ചെയറിൽ ഇരുത്തിയ ശേഷം അവളെ നോക്കാൻ രവിയെ ഏൽപ്പിച്ച ശേഷം ദേവ അവിടെ നിന്നും പോകുന്നു. എന്നാൽ രവി അയാളെ തിരിച്ചു വിളിച്ചിട്ട് ചോദിക്കുന്നുണ്ട് ആരെങ്കിലും നിന്റെ ലാൻഡ് ലൈനിലേക്ക് വിളിച്ചിട്ട് നിന്റെ കൂലി നമ്പർ പറഞ്ഞിട്ടുണ്ടോ എന്ന്. ആരും പറഞ്ഞിട്ടില്ല എന്ന് പറയുമ്പോൾ രവി പറയുന്നുണ്ട് അങ്ങനെ ആരെങ്കിലും വിളിച്ച് നിന്റെ കൂലി നമ്പർ പറയുകയാണെങ്കിൽ ആ വ്യക്തിയായിരിക്കും നിന്റെ ബയോളജിക്കൽ ചൈൽഡ്. അതായത് ദേവയ്ക്ക് ഒരു മകനോ മകളോ ഉണ്ട്. അത് ആരാണെന്നുള്ള സത്യം രാജശേഖരന് മാത്രമേ അറിയാറുന്നുള്ളൂ. ഇതെല്ലാം അറിഞ്ഞ ദേവയാകട്ടെ നേരെ തന്റെ മാൻഷനിലേക്ക് പോകുന്നു. അവിടെയാണ് ആ ലാൻഡ് ലൈൻ ഉള്ളത്. ഇവിടെ കല്യാണി തന്നോട് ചെയ്ത ചതിയാലോചിച്ചിട്ട് ആകെ സങ്കടപ്പെട്ട് നിൽക്കുകയായിരുന്നു അർജുൻ. ഞാൻ നിന്നെ സ്നേഹിച്ചത് ആത്മാർത്ഥമായിട്ടാണെന്നും ദയാല് തന്നെ ഭീഷണിപ്പെടുത്തി വെച്ചിരിക്കുകയായിരുന്നെന്നും എന്നെ കൊല്ലരുതെന്നും പറഞ്ഞിട്ട് അവൾ കരയുന്നുണ്ട്. അവസാനം അവളുടെ ആ കള്ളക്കണ്ണീരിൽ അവൻ വീണു. അവളെ വെറുതെ വിടാൻ അവൻ ശ്രമിച്ചു. എന്നാൽ അവളാകട്ടെ അടുത്ത നിമിഷം അവനെ അടിച്ചിട്ട് രവി ആ ഇലക്ട്രിക് ചെയറിൽ വെച്ച് കൊന്ന ശേഷം ദയാലിനെ കോൾ ചെയ്ത് അവിടെ നിന്നും പോകുന്നു. ഇവരുടെ അടുത്ത് നിന്ന് രക്ഷപ്പെട്ടു പോയ പ്രീതിയെ കണ്ടെത്താനായിരുന്നു അവരുടെ പ്ലാനിങ്. ഇനിയാണ് ദയാലിന്റെയും കല്യാണിയുടെയും ഫ്ലാഷ് ബാക്ക് കാണിക്കുന്നത്. കല്യാണിയും ദയാലും പോലീസിൽ തന്നെയായിരുന്നു. അവിടെ വെച്ച് തന്നെ പ്രണയത്തിലായവരാണ്. അണ്ടർ കവർ ഏജന്റ് ആയിട്ട് ഇവർ പോകാൻ തുടങ്ങിയ സമയത്ത് ഇവർക്ക് രണ്ടുപേർക്കും ഒരു ഐഡിയ തോന്നുന്നു. ഈ പറഞ്ഞ പ്രകാരം പോലീസിന്റെ പണിയെടുക്കുകയാണെങ്കിൽ ഇവർക്ക് മെഡലുകൾ മാത്രമേ ലഭിക്കൂ. എന്നാൽ ഈ സൈമണിന്റെ കൂടെ നിന്ന് അവരുടെ ബിസിനസ്സിൽ പങ്കുചേരുകയാണെങ്കിൽ ഇടയിലൂടെ കുറെ ക്യാഷ് ഇവർക്ക് സമ്പാദിക്കാം. അങ്ങനെ പോലീസായിട്ട് പോയി ഇൻഫർമേഷൻ ഒക്കെ ആദ്യം കൊടുത്തെങ്കിലും പിന്നീട് ഇവർ സൈമണിന്റെ ഗാങ്ങിന്റെ കൂടെ നിന്ന് ആരും അറിയാതെ ക്യാഷ് അടിച്ചു മാറ്റുകയായിരുന്നു. ഇവിടെ അർജുനെ കാണാനില്ലാത്ത കാരണം സൈമണിന്റെ ആൾക്കാര് അർജുനെ അന്വേഷിച്ച് നടക്കുകയാണ്. സൈമണിന്റെ കുറച്ച് ആൾക്കാര് ദേവയുടെ മാൻഷനിലേക്കും പോയിട്ടുണ്ടായിരുന്നു. ഇതിനോടകം ദയാലിന്റെ അടുത്ത് നിന്ന് രക്ഷപ്പെട്ടു പോയ പ്രീതിയെ തേടി ദയാല് വീണ്ടും എത്തുന്നു. ഇവർ തമ്മിൽ പരസ്പരം കണ്ടുമുട്ടിയതും പ്രീതി അവിടെ നിന്ന് രക്ഷപ്പെടാൻ ശ്രമിക്കുകയാണ്. ദയാൽ അവളുടെ പിറകെയും. ദേവയുടെ ആൾക്കാർ പ്രീതിയുടെ കൂടെ ഉള്ളത് കാരണം ഇവർ ദയാലുമായിട്ട് ഫൈറ്റ് ചെയ്യുന്നുണ്ട്. എന്നിട്ട് ഒരു വിധത്തിൽ പ്രീതിയും കൊണ്ട് ഒരു ട്രെയിനിൽ കയറുന്നു. ഇവിടെ ദേവ തന്റെ മാൻഷനിലെത്തി പ്രീതിയുടെ സഹോദരിമാർ സേഫ് ആണെന്ന് പരിശോധിക്കുന്നുണ്ട്. മാത്രമല്ല അയാളുടെ മാൻഷനിൽ പതിയിരിക്കുന്ന സൈമണിന്റെ ആൾക്കാരെയും ദേവ കാണുന്നു. അവർ ദേവയെ ആക്രമിക്കുകയും ദേവയെ അവരും തമ്മിൽ വലിയ ഫൈറ്റ് നടക്കുകയും ചെയ്യുകയാണ്. ട്രെയിനിൽ ദയാല് പ്രീതിയെ പിടികൂടുന്നൊരു ഘട്ടമെത്തി കഴിയുമ്പോൾ പ്രീതി തന്റെ അച്ഛൻ പറഞ്ഞ കാര്യങ്ങൾ ഓർക്കുന്നു. എന്തെങ്കിലും ലൈഫിൽ ഒരു പ്രശ്നം ഉണ്ടാവുകയാണെങ്കിൽ ഈ നമ്പറിലേക്ക് വിളിച്ചിട്ട് ഈ കൂലി നമ്പർ പറഞ്ഞു കൊടുക്കണമെന്ന്. അത് നമ്മുടെ ദേവയുടെ ലാൻഡ് ലൈൻ നമ്പർ ആയിരുന്നു. അതിനർത്ഥം പ്രീതി ദേവയുടെ മകളാണ്. അതോർത്തതും പ്രീതിയാകട്ടെ ആ നമ്പറിലേക്ക് വിളിച്ച് കൂലി നമ്പർ പറഞ്ഞു കൊടുക്കാൻ ശ്രമിക്കുന്നുണ്ട്. കറക്റ്റ് സമയത്ത് ദേവയുടെ മാൻഷനിലെ ലാൻഡ് ലൈനും റിംഗ് ആകുന്നുണ്ടായിരുന്നു. ഈ അടിക്കിടെ ദേവയ്ക്കാകട്ടെ ഫോൺ എടുക്കാനും വയ്യ. ഒരു വിധത്തില് ആൾക്കാരെ എല്ലാം അടിച്ചിട്ടിട്ട് ദേവ എങ്ങനെയോ ഫോണിന്റെ അടുത്തെത്തി. ദേവ കോളറ്റിന്റെ ഇതും പ്രീതി പറയുന്നുണ്ട് എന്റെ അച്ഛന്റെ പേര് രാജശേഖരൻ എന്നാണെന്നും എന്റെ പേര് പ്രീതി എന്നാണെന്നും എന്തെങ്കിലും ഒരു പ്രശ്നം ഉണ്ടാവുകയാണെങ്കിൽ ഈ നമ്പറിലേക്ക് വിളിച്ചിട്ട് കൂലി നമ്പർ പറയണമെന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു. അതും പറഞ്ഞിട്ട് അവൾ ആ നമ്പർ പറയുന്നു. ഇതോടുകൂടി ദേവ ഞെട്ടിത്തരിച്ചിരിക്കുകയാണ്. അയാൾ മനസ്സിലാക്കി തന്റെ മകള് പ്രീതിയാണെന്നുള്ള കാര്യം. പക്ഷെ പ്രീതിക്ക് മനസ്സിലായിട്ടുണ്ടായിരുന്നില്ല താൻ സംസാരിക്കുന്നത് ദേവയോടാണെന്ന്. കൂടുതൽ സംസാരിക്കുന്നതിന് മുമ്പ് ദയാൽ അവളെ ആക്രമിക്കുകയും ഇവിടെ
സൈമന്റെ ആൾക്കാര് ദേവയെ ആക്രമിക്കുകയും ചെയ്യുന്നു. ഒരു വിധത്തിൽ പ്രീതിയുടെ കൂടെ ഉണ്ടായിരുന്ന ആൾക്കാര് അവളെ രക്ഷിക്കുന്നു. ദയാലിനെയും കൊണ്ട് ഒരാളാകട്ടെ ട്രെയിനിൽ നിന്നും ചാടി. ആ ആളെ ദയാൽ കൊന്നു. പക്ഷെ അവനെ തിരിച്ച് ട്രെയിനിലേക്ക് കയറാൻ പറ്റില്ല. പ്രീതി രക്ഷപ്പെട്ടു എന്ന് ദയാൽ വിചാരിക്കുന്നു. എന്നാൽ അതിനു മുൻപ് തന്നെ ആ ട്രെയിനിൽ കല്യാണി കയറിയിട്ടുണ്ടായിരുന്നു. കല്യാണി ദയാലിനെ വിളിച്ചിട്ട് പറയുന്നുണ്ട്, പ്രീതിയുടെ കാര്യം താൻ നോക്കിക്കൊള്ളാം, നീ നേരെ പോയി ഞാൻ പറയുന്ന വണ്ടിയിലേക്ക് കയറാൻ. ആ വണ്ടിയിൽ അർജുൻ ഉണ്ടെന്നും പറയുന്നു. ഇവർക്ക് ഇവിടെ നിന്ന് രക്ഷപ്പെട്ടു പോകണമെങ്കിൽ ഇവരുടെ പാസ്പോർട്ടും ഡോക്യുമെന്റ്സും എല്ലാം തന്നെ ദേവയുടെ കയ്യിലാണുള്ളത്. അത് കിട്ടിയെങ്കിലേ പറ്റൂ. കല്യാണി പറഞ്ഞ പ്രകാരം ദയാല് ആ വണ്ടിയിലേക്ക് കയറി. അതിനുശേഷം അവൻ സൈമണിനെ വീഡിയോ കോൾ ചെയ്യുന്നു. ദേവയെയും സൈമണിനെയും തമ്മിൽ അടുപ്പിക്കാനുള്ള ഒരു പ്ലാനിംഗ് ആയിരുന്നു അത്. ദയാല് ജീവനോടെ ഇരിക്കുന്ന അറിഞ്ഞപ്പോ തന്നെ സൈമണിന് ദേവയെ കൊല്ലാനുള്ള ദേഷ്യം ഉണ്ടായിരുന്നു. താൻ ഇൻഫോമർ ആയിട്ടാണ് ഇവിടേക്ക് വന്നതെങ്കിലും പക്ഷെ പിന്നീട് നിങ്ങളുടെ ഗ്യാങ്ങിന്റെ കൂടെ താൻ ചേർന്നതായിരുന്നുവെന്നും പറ്റിപ്പോയി തെറ്റുകൾക്കെല്ലാം മാപ്പ് തരണമെന്നും ദയാല് പറയുന്നു. ഇപ്പോൾ ദേവ എന്റെ വൈഫിനെ കസ്റ്റഡിയിലാക്കി വെച്ചിരിക്കുകയാണ്, അവളെ കൊല്ലുമെന്ന് പറഞ്ഞ് ഭീഷണിപ്പെടുത്തിയിരിക്കുകയാണ്. ഇവിടെ എവിടെ വരുന്ന അയാൾ എന്നെ വീക്ഷിക്കുന്നുണ്ട്. അയാൾ പറഞ്ഞ പ്രകാരം എനിക്കിത് ചെയ്തേ പറ്റൂന്ന് പറഞ്ഞിട്ട് ആ വീഡിയോ കോളില് സൈമണിനെ കാണിച്ചുകൊണ്ട് തന്നെ അർജുനെ ദയാല് കൊല്ലുന്നു. ഇതെല്ലാം ദേവ പറഞ്ഞിട്ടാണ് ദയാല് ചെയ്യുന്നതെന്ന് സൈമൺ വിചാരിക്കുന്നു. ഇവിടെ ദേവ സൈമണിന്റെ ആൾക്കാരുമായിട്ട് ഫൈറ്റ് ചെയ്തുകൊണ്ടിരിക്കുന്ന സമയത്ത് മറ്റൊരു ഗ്യാങ് ലീഡറും കുറെ ആൾക്കാരും ഈ മാൻഷനിലേക്ക് വന്നിട്ട് ദേവയോട് പറയുന്നുണ്ട്, നീ മുൻപ് കൂലിയായിട്ടിരുന്നുള്ള സ്ഥലം ഏതാണെന്ന് തനിക്കറിയാമെന്നും അന്ന് നിന്റെ കൂടെ രക്ഷപ്പെട്ടു പോയ 18 പേരും ഇവിടെ ഉണ്ടെന്ന് എനിക്കറിയാം, അതുകൊണ്ട് അവരെ എല്ലാം പുറത്തിറക്കാൻ. അങ്ങനെ ആ മാൻഷനിലെ ഓരോ റൂമുകളും ഇവർ പരിശോധിക്കുകയായിരുന്നു. എന്നാൽ ദേവ ചിരിച്ചുകൊണ്ട് പറയുന്നുണ്ട്, വെറും 18 പേരല്ല 19 പേരുണ്ടെന്ന്. ആ 19ാമത്തെ ആളായിരുന്നു ആ മാൻഷനിലെ 114 റൂമിൽ താമസിച്ചുകൊണ്ടിരുന്നത്. കാലീഷ എന്നാണ് അയാളുടെ പേര്. നേരത്തെ സ്റ്റുഡൻസ് ഇവിടെ താമസിക്കാൻ വന്ന സമയത്ത് ഇവിടുത്തെ ജോലിക്കാരൻ പറഞ്ഞിട്ടുണ്ടായിരുന്നില്ലേ ആ റൂമിന്റെ അടുത്ത് നിന്ന് ഒച്ചയുണ്ടാക്കാനോ ആരും ശല്യം ചെയ്യാനോ പാടില്ല എന്ന്. അതിന് കാരണം ഈ കാലീഷൻ അവിടെ രഹസ്യമായിട്ട് താമസിക്കുന്നത് കൊണ്ടായിരുന്നു. ദേവയും കാലീഷനും ചെറുപ്പത്തിലെ സുഹൃത്തുക്കളായിരുന്നു. ഇവർ യൂണിയൻ ലീഡേഴ്സ് ആയിരുന്നു. അങ്ങനെ പിന്നീട് കാലീഷനും ദേവയും ചേർന്നിട്ട് അവരെ ആക്രമിക്കാൻ വന്ന എല്ലാവരെയും തന്നെ അടിച്ചു വീഴ്ത്തുന്നു. ഇവിടെ ട്രെയിനിൽ നിന്നും പുറത്തിറങ്ങിയ പ്രീതിയെ കടത്താൻ കല്യാണി ശ്രമിച്ചപ്പോൾ അതിനു മുൻപ് തന്നെ സൈമന്റെ ആൾക്കാര് ഇവരെ രണ്ടുപേരെയും കടത്തിക്കൊണ്ടുപോകുന്നു. കല്യാണിയെ കസ്റ്റഡിയിലെടുത്ത് വെച്ചുകൊണ്ട് സൈമൺ ആകട്ടെ ദയാലിനെ കോൾ ചെയ്യുന്നുണ്ട്. കല്യാണി കരഞ്ഞുകൊണ്ട് ദയാലിനോട് പറയുന്നുണ്ട്, എനിക്ക് ഇതുമായിട്ട് ഒരു ബന്ധമില്ലാന്ന് നീ അയാളോട് പറയാൻ. കല്യാണി അഭിനയിക്കുകയായിരുന്നു. എന്നാൽ സൈമണിനെ സംബന്ധിച്ച് അയാൾ എല്ലാ സത്യവും മനസ്സിലാക്കിയിട്ടുണ്ടായിരുന്നു. ഒരു അവസരം കിട്ടിയപ്പോ അവൾ സൈമണിനെ കൊല്ലാൻ ശ്രമിച്ചു. എന്നാൽ ആ ഒരു ശ്രമം പാഴായി. സൈമൺ ദയാലിനെ വീഡിയോ കോൾ ചെയ്ത് വെച്ചുകൊണ്ട് തന്നെ കല്യാണിയെ കൊല്ലുകയാണ്. തന്റെ മകനെ കൊന്നതിനുള്ള പ്രതികാരമായിരുന്നു ഇതെല്ലാം തന്നെ. പിന്നീട് സൈമൺ കോൾ ചെയ്ത് ദേവയോട് പറയുന്നുണ്ട് പ്രീതി തന്റെ കസ്റ്റഡിയിലാണെന്ന്. അങ്ങനെ പ്രീതിയെ രക്ഷിക്കാൻ ദേവ വരുന്നു. ആ ഓർഗൻ ട്രാൻസ്പ്ലാന്റിംഗ് കാര്യങ്ങളെല്ലാം അടങ്ങുന്ന ഡോക്യുമെന്റ്സ് തന്റെ കയ്യിൽ നിന്നും ദേവ എടുത്തത് തനിക്കൊരു വിഷയമല്ല എന്നും ദയാലിനെ പോലൊരാള് വലിയ ഡീലിംഗ്സിന് വേണ്ടിയിട്ടാണ് അത് നിന്നെ വെച്ച് കൈക്കലാക്കിയതെന്ന് തനിക്ക് അറിയാമെന്നും സൈമൺ പറയുന്നു. പക്ഷേ ഞാൻ നിന്നെ വിശ്വസിച്ചേൽപ്പിച്ചൊരു കാര്യം നീ ചെയ്തില്ല. നീ അന്നേ ദയാലിനെ കൊന്നിരുന്നെങ്കിൽ ദയാൽ എന്റെ മകൻ അർജുനെ കൊല്ലില്ലായിരുന്നു. സ്വന്തം ചോരയിൽ പിറന്ന കുഞ്ഞു മരിക്കുന്നതിന്റെ വേദന നീയും അറിയണമെന്ന് ഞാൻ ആഗ്രഹിച്ചു. പക്ഷെ അങ്ങനെ കൊല്ലാൻ നിനക്ക് മക്കളാരുമില്ലല്ലോ. അതുകൊണ്ട് നിന്റെ ഉറ്റ സുഹൃത്തിന്റെ ഈ മകളെ തന്നെ കൊല്ലാം. പ്രീതി തന്റെ മകളാണെന്നുള്ള സത്യം പുറത്തറിഞ്ഞു കഴിഞ്ഞാൽ പ്രീതിക്ക് അപകടമാണെന്നുള്ളത് കൊണ്ട് തന്നെ ദേവ ആരോടും അത് തുറന്നു പറഞ്ഞില്ല. ദേവ പറയുന്നുണ്ട്, നിന്റെ മകൻ മരിക്കാൻ കാരണം താനല്ല എന്ന്, ദയാലാണ് അവനെ കൊന്നത്. എന്താണെങ്കിലും നമുക്ക് തമ്മിൽ സംസാരിച്ച് തീർക്കാം. സൈമൺ തൽക്കാലം പ്രീതിയെ കൊല്ലുന്നില്ല. കാരണം അവളുടെ ഹേർട്ടും ട്രാൻസ്പ്ലാന്റ് ചെയ്യാനുള്ളതാണ്. അതെടുത്ത് ഉടനെ തന്നെ അവരുടെ ബയേഴ്സിന് അയച്ചു കൊടുക്കണം. അതിനു വേണ്ടിയിട്ട് പ്രീതിയെ അവർ മെഡിക്കൽ റൂമിലേക്ക് കൂട്ടിക്കൊണ്ടുപോയി. സൈമൺ ദേവിയോട് നിങ്ങൾ ശരിക്കും ആരാണെന്ന് ചോദിക്കുന്നു. കാരണം പലതവണ ദേവിയെ കണ്ടുമറന്നതുപോലെ സൈമണിന് തോന്നുന്നുണ്ടല്ലോ. അങ്ങനെ ദേവ തന്റെ സ്റ്റോറി പറയുകയാണ്. 35 വർഷങ്ങൾക്ക് മുമ്പ് ഒരു ഹാർബറിൽ ദേവ ജോലി ചെയ്തിട്ടുണ്ടായിരുന്നു. അവിടെ ലേബേഴ്സിന്റെ പ്രശ്നങ്ങളിൽ ഇടപെടുകയും ലേബേഴ്സിനെ ഹെൽപ്പ് ചെയ്യുകയും ഒക്കെ ചെയ്തിരുന്നത് രാജശേഖരനായിരുന്നു. അങ്ങനെ രാജശേഖരനും ദേവയും സുഹൃത്തുക്കളായി. പിന്നീട് രാജശേഖരന്റെ സഹോദരിയെ ദേവയ്ക്ക് വിവാഹം ചെയ്തു കൊടുത്തു. അങ്ങനെ ഹാർബറിൽ ജോലി ചെയ്തുകൊണ്ടിരിക്കുന്ന സമയത്ത് ഒരു പെട്ടിയിൽ നിന്നും മയക്കുമരുന്ന് പിടികൂടി. അവരുടെ മുതലാളിയായിരുന്നു ഇതെല്ലാം ചെയ്തുകൊണ്ടിരുന്നത്. എന്നാൽ പിടിക്കപ്പെട്ടപ്പോൾ മുതലാളി കൈയൊഴിയുകയും ഇതെല്ലാം തൊഴിലാളികളുടെ തലയിൽ ഇടുകയും ചെയ്തു. ആ നാട്ടിലെ നിയമം വെച്ചിട്ട് ഇങ്ങനൊരു കേസിൽ പിടിക്കുകയാണെങ്കിൽ ജീവിതകാലം മുഴുവൻ ജയിലിൽ തന്നെ കഴിയണം. 400 തൊഴിലാളികൾ ഉണ്ടായിരുന്നു. ബാക്കി എല്ലാവരെയും രക്ഷിക്കാൻ വേണ്ടിയിട്ട് ആ കൂട്ടത്തിലെ 100 പേർ തങ്ങളാണ് കുറ്റം ചെയ്തതെന്ന് പറഞ്ഞു. അതിലുണ്ടായിരുന്നവരായിരുന്നു കാലീഷനും ദേവയും ഒക്കെ. ദേവയ്ക്ക് ഫാമിലി ഉണ്ടായതുകൊണ്ട് പലരും പറഞ്ഞു ദേവയുടെ ഇതിൽ നിന്ന് ഒഴിവാകാൻ. എന്നാൽ തൊഴിലാളിയാണോ കുടുംബമാണോ വലുതെന്ന് ചിന്തിച്ചപ്പോൾ ദേവ തൊഴിലാളികളുടെ കൂടെയാണ് നിന്നത്. ആ 100 പേരിൽ 60 പേര് ദേവയുടെ ആൾക്കാരായിരുന്നു. ഇവരെ നാടുകടത്തി ജയിലിലേക്ക് കൊണ്ടുപോവുകയാണെന്നാണ് ഇവർ വിചാരിച്ചത്. എന്നാൽ പോകുന്ന വഴിയിൽ ഇവരെ കൊല്ലാനായിരുന്നു അവരുടെ പ്ലാനിങ്. അങ്ങനെ ആ ആൾക്കാരുമായിട്ട് ഫൈറ്റ് ചെയ്ത് ഇവർ അവിടെ നിന്നും രക്ഷപ്പെടാൻ ശ്രമിച്ചു. കൂട്ടത്തിലെ ദേവ ഉൾപ്പെടെ 20 പേർ മാത്രമാണ് രക്ഷപ്പെട്ടത്. താൻ ജോലി ചെയ്ത കമ്പനിയുടെ പേരും ജോലി ചെയ്ത സ്ഥലവും എല്ലാം തന്നെ ദേവ പറയുന്നു. അത് കേട്ട് ശരിക്കും സൈമൺ ഞെട്ടിപ്പോയി. അതവന്റെ അച്ഛന്റെ കമ്പനിയായിരുന്നു. സൈമണിന്റെ അച്ഛൻ സേവിയർ ആയിരുന്നു ദേവ ഉൾപ്പെടെയുള്ള തൊഴിലാളികളെ ചതിച്ചത്. ആ ദേഷ്യത്തില് ദേവയാകട്ടെ സേവിയറിനെ കൊന്നിട്ടുണ്ടായിരുന്നു. അത് ചെറുപ്പത്തില് സൈമൺ കണ്ടിട്ടുണ്ട്. അതുകൊണ്ടാണ് എവിടെയോ കണ്ടുമറന്നതായിട്ട് ദേവയുടെ മുഖം അയാൾക്ക് തോന്നിയതും. ഇവിടെ ദേവ പറയുന്നുണ്ട്, നീ ഇപ്പോൾ പിടിച്ചു വെച്ചിരിക്കുന്ന രാജശേഖരന്റെ മകളില്ലേ, അത് രാജശേഖരന്റെ അല്ല, എന്റെ മകളാണെന്ന്. തന്റെ അച്ഛനെ കൊന്നതും ദേവയാണെന്ന് മനസ്സിലാക്കിയതോടുകൂടി സൈമൺ ദേവയുമായിട്ട് ഫൈറ്റ് ചെയ്യുന്നു. ദേവ സൈമണിനെ കൊല്ലുന്ന നേരത്ത് പ്രീതിയെ കാലീഷൻ രക്ഷിക്കുന്നു. അങ്ങനെ എല്ലാവരും അവിടെ നിന്ന് രക്ഷപ്പെട്ടു പോകാൻ ശ്രമിക്കുമ്പോൾ ഈ സിൻഡിക്കേറ്റിന്റെ എല്ലാ നേതാവ് ദാഹയുടെ ആൾക്കാർ അവിടെ വരികയും ഇവരെല്ലാം കിഡ്നാപ്പ്
ചെയ്തുകൊണ്ട് പോവുകയും ചെയ്യുകയാണ്. മുഖത്ത് കറുത്ത തുണി മൂടി അവരെ മറ്റൊരിടത്തേക്ക് കൊണ്ടുപോയി. ആ തുണി മാറ്റുമ്പോൾ അവർ വിജനമായ ഒരു സ്ഥലത്തായിരുന്നു. അവിടേക്ക് ഹെലികോപ്റ്ററിൽ ഈ സിൻഡിക്കേറ്റിന്റെ നേതാവായ ദാഹയും വരുന്നു. വർഷങ്ങൾക്ക് മുമ്പ് സൈമന്റെ അച്ഛൻ സേവിയറിന്റെ കൂടെ ഉണ്ടായിരുന്ന കാക്കർ എന്ന് പറയുന്ന ആളുടെ മകനായിരുന്നു ദാഹ. ദാഹ വന്ന ഉടനെ തന്നെ ഇവരുടെ ആൾക്കാർ പിടിച്ചു വെച്ചിരുന്ന ഇവരുടെ എതിരാളികളായ കുറച്ച് ആൾക്കാരെ ഷൂട്ട് ചെയ്ത് കൊല്ലുന്നുണ്ട്. അടുത്തതായിട്ട് ദേവയെ കൊല്ലാൻ വേണ്ടിയിട്ട് ദാഹ വരുമ്പോഴാണ് ദേവയുടെ ഫേസ് ദാഹയ്ക്കും ഓർമ്മ വരുന്നത്. സേവിയറിനെ ദേവ കൊല്ലുന്ന സമയത്ത് സൈമന്റെ കൂടെ തന്നെ ദാഹയും അന്ന് ചെറുപ്പമായിരുന്നു. അന്ന് ദേവയെ കണ്ട് ദാഹ ഒരുപാട് ഇൻസ്പയർ ആയിട്ടുണ്ടായിരുന്നു. ദാഹയ്ക്കും അവന്റെ അച്ഛനും അറിയില്ലായിരുന്നു ദേവ ഇപ്പോഴും ജീവിച്ചിരിപ്പുണ്ടെന്ന്. അച്ഛന്റെ കസേര ഞാൻ സ്വീകരിച്ചു കഴിഞ്ഞപ്പോൾ നിങ്ങളെ ഞാൻ ഒരുപാട് അന്വേഷിച്ചിരുന്നെന്നും കണ്ടെത്താൻ കഴിഞ്ഞില്ലെന്നുമാണ് ദാഹ പറയുന്നത്. അന്ന് സേവിയറിനെ കൊന്ന ശേഷം ദേവയും ദേവയുടെ കൂടെ ഉണ്ടായിരുന്ന മറ്റു തൊഴിലാളികളും ഒളിവിലായിരുന്നു. വർഷങ്ങളായിട്ട് ഞാൻ നിങ്ങളെ അന്വേഷിച്ചുകൊണ്ടിരുന്നത് എന്റെ റൈറ്റ് ഹാൻഡ് ആക്കി നിങ്ങളെ മാറ്റാനായിരുന്നു എന്നാണ് ദാഹ പറയുന്നത്. തങ്ങളുടെ കൂടെ ചേർന്നു എന്ന് ദേവയോട് അവർ ചോദിക്കുന്നു. എന്നാൽ ദേവ പറയുന്നുണ്ട്, നിങ്ങൾ എന്ത് ബിസിനസ് ചെയ്താലും നിങ്ങളുടെ കൂടെ നിൽക്കുന്ന കൂലികൾക്ക് ഒരു രീതിയിലുള്ള പ്രശ്നങ്ങൾ വരാതെ നിങ്ങൾ നോക്കുകയാണെങ്കിൽ നിങ്ങളുടെ കൂടെ ഞാൻ ഉണ്ടാകുമെന്ന്. അങ്ങനെ അവർ സംസാരിച്ചു നിൽക്കുന്ന സമയത്ത് ദാഹയുടെ ആൾക്കാര് നമ്മുടെ ദയാലിനെയും പിടിച്ചുകൊണ്ടുവരുന്നു. ഇവിടെ ദാഹയും ദേവിയും കാലീഷിനും എല്ലാം തന്നെ ഒരുമിച്ചതോടുകൂടി ഇനിയിപ്പോ ദയാലിനെ പിടിച്ചു നിൽക്കാൻ പറ്റില്ല. തന്റെ കൂട്ടുകാരനെ കൊന്നതിന് പകരമായിട്ട് ജീവനോടെ തന്നെ ദയാലിനെ ഒരു വലിയ കുഴിയെടുത്ത് അതിലിട്ട് മണ്ണിട്ട് മൂടുന്നു. നിങ്ങളുടെ സുഹൃത്തിന്റെ മരണത്തിന് നിങ്ങൾ റിവഞ്ച് എടുത്തു. എന്റെ സുഹൃത്തായ സൈമന്റെ മരണത്തിന് റിവഞ്ച് എടുക്കണമെന്നൊക്കെ എനിക്ക് തോന്നും. പക്ഷെ ഞാനത് ചെയ്യില്ല. കാരണം എനിക്ക് ഫ്രണ്ട്ഷിപ്പിനേക്കാൾ വലുത് എന്റെ ബിസിനസ് തന്നെയാണ്. നിങ്ങൾ എപ്പോഴാണ് എന്റെ കൂടെ ജോയിൻ ചെയ്യാൻ പോകുന്നതെന്ന് ദാഹ ദേവയോട് ചോദിക്കുന്നു. എന്നാൽ ദേവ ചിരിച്ചുകൊണ്ട് ഒരേ ഒരു കാര്യം മാത്രമാണ് പറയുന്നത്, കൂലികൾക്ക് എന്തെങ്കിലും പറ്റുകയാണെങ്കിൽ നീ എവിടെയാണെങ്കിലും ഞാൻ അവിടെ എത്തുമെന്ന്. പിന്നീട് കാണിക്കുന്നത് ദേവയാകട്ടെ പ്രീതി ഉൾപ്പെടെ ബാക്കി 2 പെൺകുട്ടികളെയും ഫോറിനിലേക്ക് പറഞ്ഞു വിടുന്നതാണ്. പോകുന്നതിന് മുമ്പ് പ്രീതി ദേവയോട് ചോദിക്കുന്നുണ്ട്, നിങ്ങൾ യൂണിയനിൽ ജോലി ചെയ്യുന്ന സമയത്ത് നിങ്ങളുടെ കൂലി നമ്പർ എന്തായിരുന്നു എന്ന്. എന്നാൽ അവൾ തന്റെ മകളാണെന്നുള്ള സത്യം അവൾ മനസ്സിലാക്കണ്ടെന്ന് കരുതിയിട്ട് ദേവ നമ്പർ മാറ്റി പറയുന്നു. ഇത്രയും ഹെൽപ്പ് അവർക്ക് ചെയ്തു കൊടുത്ത സ്ഥിതിക്ക് മുറപ്രകാരം തന്റെ അങ്കിളായിട്ട് വരുന്ന അയാളെ അവസാനമായിട്ട് അവൾ അങ്കിൾ എന്ന് വിളിക്കുന്നു. ഇത്രയും നേരം അവൾ സാർ എന്നായിരുന്നു വിളിച്ചുകൊണ്ടിരുന്നത്. അവൾ തന്റെ മകളാണെന്നുള്ള സത്യം അവളോട് തുറന്നു പറയാതെ ദേവ അവിടെ നിന്നും തിരിച്ചു പോകുമ്പോൾ അവൾ നേരത്തെ കൊടുത്ത ആ ഒരു ഫോട്ടോ നോക്കുന്നുണ്ട്. അവിടെയാണ് ഈ ഒരു മൂവി അവസാനിക്കുന്നത്. ഈ മൂവിയുടെ സ്റ്റോറി എങ്ങനെയുണ്ടായിരുന്നു നിങ്ങൾ താഴെ കമന്റ് ചെയ്യുക. എക്സ്പ്ലനേഷൻ ഇഷ്ടപ്പെട്ടെങ്കിൽ വീഡിയോ ലൈക്ക് ചെയ്യാനും നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കണ്ട.